യേശുവിൻ ശബ്ദത്തിലൂടെ അനുഗ്രഹത്തിൻ ശക്തി അയച്ചിടുക. ഇന്ന് യേശുവിൻ ശബ്ദത്തിലൂടെ അതിരുശബ്ദം എൻ ഹൃദയത്തിൽ ആഴമായി പ്രവർത്തിക്കുക. അതിരുശബ്ദം എൻ ഹൃദയത്തിൽ ആഴമായി പ്രവർത്തിക്കുക. അനുഗ്രഹത്തിൻ ശക്തി അയച്ചിടുക. യേശുവിൻ ശബ്ദത്തിലൂടെ അനുഗ്രഹത്തിൻ ശക്തി അയച്ചിടുക. ഇന്ന് യേശുവിൻ ശബ്ദത്തിലൂടെ ജീസസ് walks, Jesus walks, Jesus walks, Jesus walks. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. വീണ്ടും ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിങ്കൽ തന്നെ നമുക്ക് കർത്താവിനെ ആരാധിപ്പാനും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും സർവ്വകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹാർവസ്റ്റ് ടിവിയിലൂടെ ഈ വിശുദ്ധ സഭായോഗത്തിൽ പങ്കെടുക്കുവാൻ സർവ്വകൃപാലുവായ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. എല്ലാ പ്രിയപ്പെട്ട ഒരു നിമിഷം വളരെ പ്രാർത്ഥനയോടെ ഭവനത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളടച്ചാട്ട് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ ദൈവത്തോട് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ നല്ല ഉയർപ്പിൻ്റെ ദിവസത്തിനായി ഞങ്ങളേക്ക് നന്ദി പറയുന്നു. വീണ്ടും കർത്താവിനെ പാടി ആരാധിപ്പാൻ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് വീണ്ടും അവസരങ്ങളെ തന്നല്ലോ. നന്ദി പറയുന്നപ്പാ. അങ്ങയുടെ സന്നിധിയിലോട്ട് ഞങ്ങൾ അടുത്തു വരികയാണ്. തുടർന്ന് നടക്കുന്ന വിശുദ്ധ ആരാധനകളെ, പ്രാർത്ഥനകളെ, പ്രത്യേകിച്ച് ദൈവവചന ശുശ്രൂഷകളെ മുഴുവനായി ദൈവകരങ്ങളിലോട്ട് സമർപ്പിക്കുകയാണ്. അസാധാരണമായ ദൈവ സാന്നിധ്യം ഞങ്ങളുടെ മേൽ ദൈവം പകർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇന്ന് പകലിൽ ഈ സഭായോഗത്തിൽ പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങൾക്കായി, വ്യക്തികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രത്യേകിച്ച് ടെലിവിഷനിലൂടെ, യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കാളികളായി തീരുന്ന ഞങ്ങളുടെ ബഹുമാന്യരായ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾക്കകത്ത് ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ, ദൈവത്തിൻ്റെ സ്പർശനം ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അങ്ങയുടെ അഭിഷക്തന്മാർക്കായി സ്തോത്രം. പ്രാർത്ഥിപ്പാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ. നല്ല വചനത്തെ ഇന്ന് പകലിൽ ഞങ്ങൾക്ക് തരണമേ. ഇന്ന് നടക്കുന്ന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശുശ്രൂഷയുടെ മുഴുവൻ മഹത്വവും അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുകയാണ്. അങ്ങയുടെ നാമം മാത്രം ഇന്ന് ഞങ്ങളുടെ നടുവിൽ ഉയർത്തപ്പെടണം. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദിയപ്പാ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. കരമുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഈ വിശുദ്ധ പ്രഭാതത്തിൽ വീണ്ടും നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് കൃപ തന്നല്ലോ. തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോകുകയാണ്. അനുഗ്രഹിതരായ കർത്തദാസന്മാർ, ജീസസ് വോയ്സ് സഭയുടെ അനുഗ്രഹിതരായ കർത്തദാസന്മാർ, പ്രത്യേകിച്ച് നമ്മുടെ ലാലു ബ്രദർ ഇന്ന് ഈ ആരാധനാ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കും. കർത്താവിൻ്റെ ദാസനോടൊപ്പം നമ്മുടെ മോൻസി ബ്രദർ നമ്മളോടൊപ്പമുണ്ട്. കർത്തദാസന്മാരെ ദൈവിക ശുശ്രൂഷയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. നമുക്കൊന്നിച്ച് പാടി പല രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിക്കാം. ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്തദാസന്മാരെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായിട്ട് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഒരുമിച്ച് നല്ലൊരു ആരാധന കർത്താവിന് നൽകാം. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പതിനായിരങ്ങളിൽ സുന്ദരനായ ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഇന്ന് ഈ നല്ല സമയം കർത്താവിൻ്റെ പാദപീഠത്തിൽ വരുവാൻ ഞങ്ങൾക്കിടയാക്കിയല്ലോ. കഴിഞ്ഞ വർഷം ഞങ്ങളെ സൂക്ഷിച്ചു. ഈ വർഷത്തിൻ്റെ പ്രാരംഭത്തിലും ദൈവം ഞങ്ങളെ സൂക്ഷിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവിക പദ്ധതികൾ ഈ ദിവസങ്ങൾ കാണട്ടെ. ഞങ്ങൾ കേൾക്കുന്ന വചനം അത് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകട്ടെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ കർത്താവിന് തൊടുന്നതിനായി നന്ദി. അത്ഭുതകരമായി അവരുടെ സാക്ഷ്യമായിട്ട് ദൈവം എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ
കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിച്ചത് പണമോ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിച്ചു. പറഞ്ഞേ, സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയു. ചേർന്നൂടെ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടും കൂടെ എന്നെ മാടി വിളിച്ചാൽ. ലോകസുഖ സൗകര്യങ്ങൾ ആകുന്ന പ്രതാപങ്ങൾ മോടിയോടും കൂടെ എന്നെ മാടി വിളിച്ചാൽ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഹല്ലേലൂയ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ജഡിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. സുന്ദരന മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര
പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണിൽ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണിൽ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സര. മണ്ണിൽ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണിൽ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോടു ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരനാം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും കാണുകയില്ല. സുന്ദരനാം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനാം മനോഹരം നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഓ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നതാണ് ആരാധന. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെയും ഇരുന്നാൽ അവർ എനിക്കുള്ളവരല്ല. അല്ലെങ്കിൽ പറയുന്ന വേർഡ് ഇതാണ്, കള്ളന്മാർ അത്രേ. ഈ ദിവസങ്ങളിൽ പുതിയ വർഷത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നത് എങ്ങനെ? ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനത്തെ അനുസരിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് കർത്താവിനെ അധികമായി സ്നേഹിപ്പാൻ. അതത്രേ നിൻ്റെ എൻ്റെയും ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്. വലിയ കാര്യം. ഹല്ലേലൂയ. അപ്പോഴാണ് നമുക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകളെ കാണുവാൻ ഇടയായിത്തീരുന്നത്. പിശാച് എത്ര വാദിച്ചാലും ഹല്ലേലൂയ നമുക്ക് പറയാനുണ്ട്, ഹല്ലേലൂയ നിന്നെ തോൽപ്പിച്ച കാൽവറിയിൽ ഹല്ലേലൂയ നിന്റെ പരാജയം അവിടെ നടന്നു കഴിഞ്ഞു. ഇന്ന് പകൽക്കാലം എല്ലാവർക്കും പറയാൻ കഴിയണം, കർത്താവ് എന്നെ വീണ്ടെടുത്ത ദൈവമാണ്, എന്നെ വിലയ്ക്ക് വാങ്ങിയവനാണ്. ഹല്ലേലൂയ. ആ സന്തോഷം അതെങ്ങനെയാണ് പറയുന്നത്? എൻ്റെ ദൈവം നല്ല ദൈവം. ഹല്ലേലൂയ. എല്ലാവർക്കും അവൻ. ആരൊക്കെ യേശുവിനെ ഏറ്റുപറയുമോ അവരുടെ എല്ലാം പാപങ്ങളെ ക്ഷമിക്കുന്ന കർത്താവ്, അവരെല്ലാം അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല, നേരാ നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരാ നടപ്പവർക്ക്. ഈ ദിവസങ്ങളിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കരുതിയിരിക്കുന്ന ദൈവം ഒരുക്കിയ ഒരു നന്മയും മുടങ്ങിപ്പോകാതിരിക്കുവാൻ അല്ലെങ്കിൽ നമുക്ക് നേരോടെ നടന്ന് ദൈവത്തിന് മുൻപാകെ ഈ ലോകത്തും വിശ്വസ്തതയുള്ളവരായി, ദൈവത്തിനും വിശ്വസ്തതയുള്ളവളായി ഹല്ലേലൂയ തീരട്ടെ. ഇന്ന് പകൽക്കാലം ഞാൻ പറയുക, ചിലരുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കുന്നൊരു വർഷം അത്രേ. കുറച്ചുകൂടെ ദൈവത്തേക്ക് അടുത്തു ചെല്ലുന്ന
അവൻ നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വർഷമായിട്ട് ഇത് മാറാൻ പോകുകയാണ്. അങ്ങനെയാണെങ്കിൽ ചേർന്ന് ഇരിപ്പിടങ്ങൾ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളെ ചേർത്തടിച്ച് ശക്തിയോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിയാണ്. മനോഹരം യാഹേ നിന്റെ ആലയം എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം എന്തൊരാനന്ദം തവ പ്രകാരങ്ങളിൽ. ദൈവമേ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ. എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നന്മയൊന്നും മുടക്കത്തില്ല. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ വിവൽ ഭക്ഷിക്കും ചെറുകുരുകിലിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ വിവൽ ഭക്ഷിക്കും ചെറുകുരുകിലിനും. രാവിലെ നന്മകളെയോർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. രാവിലെ നന്മകളെയോർത്തു പാടി സ്തുതിച്ചിടും ഞാൻ. ഓ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ നന്മകൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ നന്മകൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയം. ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയാ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയം. ഞങ്ങൾ ശക്തര എന്നും നിന്റെ ശക്തിയാ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹം. ഈ വർഷം അത് മാറും. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ദൈവം ഓഹോ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും പരിചയ. ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ തന്മക്കൾക്കെന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. ആരാധന ആരാധന തുതി ആരാധന ആരാധന ചേർന്ന്. ആരാധന ആരാധന തുതി ആരാധന ആരാധന. കാലയിലും കാലയിലും മാലയിലും ആരാധനയപ്പാവുക്ക്. കാലയിലും മാലയിലും ആരാധനയപ്പാവുക്ക്. தூய ஆவியே உமக்கு ஆராதனை. துணையாளோரே உமக்கு ஆராதனை. தூய ஆவியே உமக்கு ஆராதனை. துணையாளோரே உமக்கு ஆராதனை. வானபிதாவே உமக்கு ஆராதனை. வழிகாட்டியே உமக்கு ஆராதனை. வானபிதாவே உமக்கு
ആരാധന ആരാധന തുതി ആരാധന ആരാധന ഓ ആരാധന ആരാധന തുതി ആരാധന ആരാധന കാലയിലും കാലയിലും മാലയിലും ആരാധനയപ്പാവുക്ക് കാലയിലും മാലയിലും ഓ ആരാധനയപ്പാവുക്ക് ജീവബലിയെ ഉമക്ക് ആരാധனை ജീവ തണ്ണീരെ ഉമക്ക് ആരാധனை ജീവബലിയെ ഉമക്ക് ആരാധனை ജീവ തണ്ണീരെ ഉമക്ക് ആരാധனை മേഘസ്തംഭമേ ഉമക്ക് ആരാധனை மேசியாவே உமக்கு ஆராதனை மேഘஸ்തംഭമേ உமக்கு ஆராதனை மேசியாவே உமக்கு ஆராதனை 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 துதி ஆராதனை ஆராதனை ஓ ஆராதனை ஆராதனை துதி ஆராதனை ஆராதனை காலையிலும் ஆமென் மாலையிலும் ஓ ஆராதனை அப்பாவுக்கு കാലയിലും മാലയിലും ആമേൻ ആരാധന ചേർന്ന് പാടുന്നു ആരാധന 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 ഗണേശപരം ആരാധന 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 തുതി ആരാധന ഓ ഗണേശപരം ഓ ആരാധന ആരാധന തുതി ആരാധന ഗണേശകരം ഓ ശരണാരാധനാരി ഗണേശപരം തുഗരാജഗണേശപരം തുഗരാജ ഗണേശകരേ ഗണേശപരം തുഗരഗദഗദം ഗണേശകരേ ദിഗരം ത്രിവനവനശപരം തുഗര ഗണേശകരം തുഗരസ്തിഗരേ ചിരദാരവനശപരം ഓ ശരണാരാസിയാ ഓ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നുകൊണ്ട് കരമങ്ങളെ ഉയർത്തി ആ കർത്താവിന്റെ നാമത്തെ ഒന്ന് വിളിക്കാമോ? അളവില്ല സ്നേഹത്തിനാ നന്ദി നന്ദി നാഥ അളവില്ല സ്നേഹത്തിനാ നല്ല കർത്താവേ ഈ നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഈ പുതിയ വർഷത്തിൻ്റെ ഈ രണ്ടാമത്തെ ആഴ്ചയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. വർഷത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ചില ദൈവിക പദ്ധതികൾ, ദൈവിക അരുളപ്പാടുകൾ, ദൈവിക ഹല്ലേലൂയ വിടുതലുകൾ പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ സാന്നിധ്യവും കൃപയും കൂടിയിരിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നിറഞ്ഞു നിൽക്കുന്ന കർത്താവിൻ്റെ മഹനീയമായ സാന്നിധ്യത്തിനായി ഞങ്ങൾ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ വചനങ്ങളെ കേൾക്കുവാനും ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുവാനും സർവകൃപാലുവായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല അവസരങ്ങൾക്കായി ഒരിക്കൽ കൂടെ കരവും ശബ്ദമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഹാർവസ്റ്റ് ടിവിയിലൂടെ ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ ഞങ്ങളുടെ ദൈവമക്കൾ, പ്രേക്ഷകർ, കർത്തൃദാസന്മാർ, ജീസസ് വോയിസ് കുടുംബം എല്ലാവരെയും ഞങ്ങൾ ഈ വിശുദ്ധ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ആണ്ടിൻ്റെ സ്തോത്രം ആരംഭത്തിങ്കിൽ തന്നെ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇങ്ങനെ ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് അവസരങ്ങളെ തന്നതിനായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. തുടർന്നുള്ള നിമിഷങ്ങൾ വളരെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം ഒരു ചെറിയൊരു ആലോചനയ്ക്ക് വേണ്ടി ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ വാക്യം. വചനം ഇങ്ങനെയാണ്: യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു.
അവർ റബി എന്ന് വെച്ചാൽ ഗുരു, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. വളരെ ഗഹനമേറിയ ആഴമേറിയ ഒരു ദൈവിക വചനത്തിൻ്റെ വെളിപ്പാടുകളാണ് ഇന്ന് നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. ഇന്ന് നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഒരു പദം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 38-ാമത്തെ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗമാണ്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. ഇന്ന് ഈ ഒരു കാലഘട്ടം അന്വേഷണത്തിൻ്റെ കാലഘട്ടമാണ്. അത് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിക്കുന്നവരോട് ചോദിച്ചാൽ അവരൊക്കെ ഒരു ദിവസം എത്രയോ സംഗതികളാണ് സെർച്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ അന്വേഷിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അന്വേഷണത്തിൽ മുഴുകി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്തൊക്കെയോ അറിയുവാനുള്ള ആവേശവും എന്തൊക്കെയോ കാണുവാനുള്ള ആ വ്യഗ്രതയും മനുഷ്യനെ ത്രസിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ പലതും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. തിയറികൾ, ചില സിദ്ധാന്തങ്ങൾ അവർ കൊണ്ടുവരുവാൻ കാരണം എന്താണ്? അവർക്ക് അറിയുവാനുള്ള ആഗ്രഹമായിരുന്നു. എന്താണ് അതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ഘടകമെന്ന് അവർ അന്വേഷിക്കുവാനായിട്ടിടയായി. ഇവിടെ ഒരു പ്രത്യേക സംഭവത്തെ രണ്ട് ശിഷ്യന്മാർ അവർ അന്വേഷിക്കുവാനായിട്ടിടയായി. ഇവർ അന്വേഷിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ മുകളിലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണം. 29-ാമത്തെ വാക്യത്തിനകത്ത് യോഹന്നാന്റെ 2 ശിഷ്യന്മാരാണ് ഈ യേശുവിൻ്റെ പുറകെ പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പൊ യേശുവിൻ്റെ കൂടെ ഇവർ പോകാൻ കാരണം എന്താണ്? യേശുവിൻ്റെ പുറകെ ഇവർ പോകാൻ കാരണം എന്താണ്? ഹല്ലേലൂയ. അതിന് കാരണം നമ്മൾ മുകളിൽ വായിച്ച 29-ാമത്തെ വാക്യത്തിനകത്ത് യോഹന്നാൻ സ്നാപകൻ 29-ാമത്തെ വാക്യം, പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് യോഹന്നാൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഇവിടെ യോഹന്നാൻ സ്നാപകൻ തൻ്റെ ശിഷ്യന്മാരെ നോക്കി, അല്ലെങ്കിൽ യേശു കർത്താവ് വരുന്നത് കണ്ടപ്പോൾ പറയുകയാണ്, യേശുവിനെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു പദമാണ് നമ്മളവിടെ വായിക്കുവാനായിട്ടിടയായത്. ഇത് യോഹന്നാന്റെ ശിഷ്യന്മാർ കേൾക്കുവാനായിട്ടിടയായി. യോഹന്നാൻ പറഞ്ഞ വാക്കുകൾ വളരെ ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ നോക്കണം. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ജനം പ്രതീക്ഷിച്ചിരുന്ന, ജനം കാത്തിരുന്ന ഒരു സംഭവം ആര് കണ്ടുപിടിച്ചു? യോഹന്നാൻ കണ്ടുപിടിക്കുവാനായിട്ടിടയായി. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഇന്ന് ഈ വിശുദ്ധ ആരാധന പ്രിയമുള്ളവരെ, എന്താണ് നമ്മളെ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഹല്ലേലൂയ. ഇന്നലകളിൽ യോഹന്നാന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിനകത്തു നിന്ന് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിനകത്തു നിന്ന് ഇന്നലകളിൽ അദ്ദേഹത്തിന് ലഭിച്ച ചില അറിവുകളായിരിക്കാം, അല്ലെങ്കിൽ ഒന്നുകൂടെ കയറി പറഞ്ഞ അദ്ദേഹത്തിന്റെ ജനനത്തിന്റെ ഉദ്ദേശം തന്നെ യേശു കർത്താവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ യോഹന്നാൻ പറയുന്ന പദം കണ്ടോ? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എൻ്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ഹല്ലേലൂയ. എന്നെ ആ പദം വളരെയധികം ചിന്തിപ്പിക്കുവാനായിട്ടിടയായി. യോഹന്നാനാണ് ആദ്യം യേശു കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടി വന്നത്. പക്ഷേ യോഹന്നാൻ യേശുവിനെ കുറിച്ച് സാക്ഷി പറയുകയാണ്, എനിക്ക് മുമ്പനായിരുന്നു എൻ്റെ പിന്നാലെ വരുന്നവൻ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തയും അദ്ദേഹത്തിന്റെ അന്വേഷണവും ഹല്ലേലൂയ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുവാനായിട്ടിടയായി. യേശുവിന്റെ നാമത്തിൽ നമുക്കറിയാം, അന്നത്തെ കാലഘട്ടത്തിനകത്ത് യഹൂദാജനം കാത്തിരുന്ന ഒരു മശികയുണ്ടായിരുന്നു. ഹല്ലേലൂയ. മശിക ഏതു സമയത്തും വെളിപ്പെടുമെന്ന് അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ ആ കാത്തിരിപ്പ് യോഹന്നാൻ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അത് കേട്ട 2 ശിഷ്യന്മാരുടെ ചരിത്രം നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. എന്നാൽ യോഹന്നാൻ പറയുന്നത് അപ്പാടെ വിശ്വസിക്കാതെ എന്താണ് സംഭവം എന്ന് അറിയുവാൻ വേണ്ടി അവർ യേശുവിന്റെ പുറകെ പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതാണ് 35 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യോഹന്നാന്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. ഹല്ലേലൂയ. യേശു കടന്നു പോകുകയും യോഹന്നാൻ യേശുവിനെ കുറിച്ച് സാക്ഷി പറയുകയും ചെയ്യുന്നത് കേട്ടപ്പോൾ അവിടെ നിന്നിരുന്ന 2 ശിഷ്യന്മാർ യേശുവിന്റെ പിന്നാലെ പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കണം. 38-ാമത്തെ വാക്യത്തിനകത്ത് യേശുവിന്റെ പിന്നാലെ അവർ അനുഗമിക്കുവാനായിട്ടിടയായി. ഇനിയും വാക്യം 38, യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവരോട്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? ഒരാമയം പറഞ്ഞാട്ട്. ഈ പദം ഇന്ന് ഈ വിശുദ്ധ ആരാധനയുടെ നടുവിൽ
ഈ വചനം കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളുടെയും ഹല്ലേലൂയ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് ഈ ചോദ്യം ഇട്ടു തരികയാണ്. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. 2, നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിക്കണം. 3, നിങ്ങൾ ഹല്ലേലൂയ സ്വർഗത്തിലുള്ളത്, ഉയരത്തിലുള്ളത്, കർത്താവായ യേശു ക്രിസ്തു ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങളുടെ അന്വേഷണം പൂർത്തിയാകും. ഹല്ലേലൂയ, നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും, ആത്മാവിൽ ബലം ലഭിക്കും, നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഒത്തിരി സമയം നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, കഴിഞ്ഞ വർഷത്തേക്കാൾ ഉപരിയായി ദൈവത്തോട് കൂടുതലായി ചേർന്നിരിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി തരുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണുകൾ ദൈവത്തിൽ അടയ്ക്കാം. നമ്മൾ പ്രാർത്ഥനയ്ക്കായി അടുത്തു വരാൻ പോകുകയാണ്. ഈ പ്രത്യേകിച്ച് ഹാർവസ്റ്റ് ടിവിയിലൂടെ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ വിശുദ്ധ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് നിങ്ങളോട് കൃത്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങൾ എന്താണ് കൂടുതൽ അന്വേഷിക്കുന്നത്? ദൈവത്തിൻ്റെ വചനത്തിൽ നിങ്ങൾ കണ്ടെത്തി അന്വേഷിച്ചു നോക്കണം. അതിനകത്തൊന്നും ഇണയില്ലാതിരിക്കുകയില്ല. നിങ്ങൾ എന്തന്വേഷിക്കുന്നോ അത് നിങ്ങൾക്ക് ദൈവവചനത്തിൽ നിന്ന് ലഭിക്കുവാനായിട്ടിടയാവും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാൻ മറക്കരുതേ. ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കാൻ മറക്കരുതേ. ഉയരത്തിലുള്ളത് അന്വേഷിക്കാൻ മറക്കരുതേ. ജീവിതം അർത്ഥവത്താകും, ജീവിതം ധന്യമാകും, ജീവിതം ആനന്ദകരമായി തീരും. ക്രിസ്തീയ ജീവിതത്തിനകത്ത് അഭിവൃദ്ധി കർത്താവ് തരാൻ പോകുക. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് അപ്പൻ്റെ പാദപീഠത്തിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞ് നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി അടുത്തു വരാം. അതോടൊപ്പം തന്നെ തുടർന്ന് നടക്കുന്ന വിശുദ്ധ ആരാധനയുടെ അനുഗ്രഹത്തിനായി ഹല്ലേലൂയ ദൈവവചനം നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുകയാണ്. കർത്താവിൻ്റെ ദാസൻ പ്രിയ അനി ജോർജ് ഭാഷ നമ്മുടെ നടുവിൽ ദൈവവചനവുമായി കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് കേൾക്കുന്ന വചനത്തിന്റെ ആഴം നമ്മുടെ മേൽ വെളിപ്പെടേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനെ ഉപയോഗിക്കാൻ വേണ്ടി കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിലോട് സമർപ്പിക്കാം. ഹല്ലേലൂയ. സോഷ്യൽ മീഡിയകളിലൂടെ ശുശ്രൂഷ കാണുന്ന കുടുംബങ്ങൾക്കകത്ത് ദൈവിക അത്ഭുതങ്ങൾ നടക്കുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ അടുത്തു വരാം. ദൈവം അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ട ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾക്കകത്ത് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ഒരിടപെടലും ഉണ്ടാകുവാൻ സ്വർഗത്തിലെ ദൈവമേ ഇടയാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാത്തിന്മേലും ദൈവത്തിന്റെ കരം ഇറങ്ങട്ടെ. 2022 ഹല്ലേലൂയ സമാധാനത്തിന്റെ, സ്വസ്ഥതയുടെ, കൊയ്ത്തിന്റെ, ഹല്ലേലൂയ ദൈവിക ഉയർച്ചയുടെ വർഷമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം വീണ്ടും ഇടയാക്കേണ്ടതിന് ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ജനലക്ഷങ്ങളിലേക്ക് ഈ ആത്മീയ ശുശ്രൂഷ എത്തുവാൻ കാരണമായി തീർന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തെ നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രധാനപ്പെട്ട 4 പ്രാർത്ഥനാ വിഷയങ്ങൾ അവർ നമ്മളെ ഫലമേൽപ്പിക്കുവാനായിട്ടിടയായി. അവിടുത്തെ ആൻറ്റിക്ക് കുടുംബത്തിലെ സഹോദരി OET എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പാസ്സാകുവാനും UK സെറ്റിൽ ആകുവാനും അവർ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന്, ഒരു അത്ഭുത ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആ കുടുംബത്തെയും ഹല്ലേലൂയ അവരുടെ കുടുംബത്തിന്റെ പല ആവശ്യങ്ങളുണ്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു ദൈവപ്രവൃത്തി അവരുടെ 3 മക്കളുടെ വിഷയത്തിന്മേൽ ഇറങ്ങേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. അവർക്ക് സ്വന്തമായി ഭവനവും വാഹനവും ലഭിക്കേണ്ടതിന് നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുകയാണ്. എല്ലാ വിഷയത്തിന്മേലും ഹല്ലേലൂയ ഒരു ദൈവിക തീർപ്പ് കർത്താവ് കൽപ്പിക്കാൻ ഇന്നത്തെ ഈ ശുശ്രൂഷ ആ കുടുംബം നമുക്കറിയാം. ഈ കുടുംബം ജീസസ് വോയിസ് ഫാമിലിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബമാണ്. ഹല്ലേലൂയ. ഈ കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവിന്റെ കരം ആ കുടുംബത്തിന്മേൽ ഈ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ ലോകരാജ്യങ്ങളിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന്, ആ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ അനുഗ്രഹിതനായ കർത്താവിന്റെ ദാസൻ പ്രിയ ടിജോ ജോസഫ് പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. ദൈവദാസൻ മുമ്പോട്ട് കടന്നു വന്ന് തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കണ്ണുകളെ അടയ്ക്കാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമാകുന്ന സ്വർഗസ്ഥ പിതാവാം നല്ല ദൈവമേ, മനോഹരമേറിയ നല്ല പകലിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വിശുദ്ധ സഭായോഗത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങൾക്കെന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ച അത്ഭുതകരമായി ഞങ്ങളെ സൂക്ഷിച്ച അവിടുത്തെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളാരും കുറഞ്ഞു പോകാതെ വണ്ണം ദൈവകൃപയിൽ അവിടുന്ന് ഞങ്ങളെ മറച്ചല്ലോ. അല്ല, ഞങ്ങളുടെ വിശാലമേറിയ ചിറകിൻ്റെ മറവിലടി ഞങ്ങളെ മറച്ചതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഹാർവസ്റ്റ് ടിവിയിലൂടെ ഒക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവങ്ങളെ ഏൽപ്പിക്കുകയാണ്. ദൈവരെ സഹായിക്കണമേ, ദൈവകൃപയിൽ മറയ്ക്കണമേ. ആരെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഭാരത്താൽ ഇന്ന് പകലായിരിക്കുന്നുവെങ്കിൽ വചനത്തിൻ്റെ ശക്തി നിമിത്തം അവർ വിടുതൽ
വിടുതൽ പ്രാപിക്കട്ടെ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ജനലക്ഷങ്ങളിലേക്ക് ഈ കർത്താവെ സഭായോഗം എത്തിച്ചേരേണ്ടതിന് സ്പോൺസർ ചെയ്ത കുടുംബത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവരെ സഹായിക്കണമേ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരെവിടെയായിരുന്നാലും അവിടെ ദൈവശക്തി വെളിപ്പെട്ട് വരട്ടെ. അവർ നേരിടുന്ന പ്രതിസന്ധികളിൽ നിന്ന് ആ കുടുംബത്തെ ദൈവം പുറത്തു കൊണ്ടുവരേണ്ടതിന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ തുറക്കാത്ത ചില വാതിലുകൾ അവർക്ക് വേണ്ടി വിശാലമായി തുറന്നു വരട്ടെ. തുറന്നു നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനവുമായി അഭിഷിക്തൻ എഴുന്നേൽക്കുമ്പോൾ വചനത്തിന്റെ ശക്തിയാൽ ഹല്ലേലൂയ ചിലർ വിടുവിക്കപ്പെടുവാൻ ഹല്ലേലൂയ കർത്താവ് ആവർത്തന വിരസതയല്ല ഇതുവരെ സംഭവിക്കാത്തത്, ഇതുവരെ വെളിപ്പെടാത്തത് അല്ല വചനം നിമിത്തം വെളിപ്പെട്ട് വരേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശുശ്രൂഷകളെ മാനിക്കണം. ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനെയും കർത്താവ് അനുഗ്രഹിച്ചാട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് നമ്മൾ പ്രാർത്ഥനയോടെ ദൈവവചനം കേൾക്കാൻ വേണ്ടി പോകുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ഭവനത്തിലായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസ് അനി ജോർജ് പാസ്റ്റർ ദൈവവചനവുമായി നമ്മുടെ നടുവിൽ ആഗതനായിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുവാനുള്ള അവസരമുണ്ട്. അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസൻ പ്രിയ മനു പാസ്റ്റർ നമ്മളോടൊപ്പമുണ്ട്. കർത്താവിൻ്റെ ദാസന്മാർ തുടർന്ന് ഈ ആത്മീയ ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസന്മാരെ ദൈവവചന ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ആഗതരായിരിക്കുന്ന അനുഗ്രഹീതരും ശ്രേഷ്ഠന്മാരുമായ കർത്തൃദാസന്മാർ, ദൈവമക്കൾ ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും നിങ്ങളെ അറിയിക്കുന്നു. Greetings to all of you precious men of God and watching this online. Greetings in the precious name of Jesus Christ our Lord. നമുക്കിങ്ങനെ ഒന്നിച്ചുകൂടി കർത്താവിനെ ആരാധിക്കാനായിട്ട് ദൈവം ഒരുക്കിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. First of all, I thank God for this privilege to worship the Lord. ഈ ആരാധനയിൽ ദൈവം നമ്മുടെ നടുവിലുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ആരാധനയുടെ പ്രത്യേകത. The peculiarity of today's worship is that the Lord is in the midst of us. ഈ ശുശ്രൂഷ സ്പോൺസർ ചെയ്തൊരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമുണ്ട്. ദൈവം അവരെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. May the Lord richly bless the family that sponsored this meeting. ദൈവം അവരെ നിശ്ചയമായും അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. We are sure that the Lord will bless them. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. Let us be in the presence of the Lord with much prayer. നാം ദൈവവചനം ധ്യാനിക്കാൻ പോകുകയാണ്. We are going into the word of God. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായിട്ട് For today's meditation, എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനം. Hebrews chapter 12 verse 14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ധന്യനായ പൗലോസ് എബ്രായ വിശ്വാസികൾക്ക് എഴുതിയ ഒരു ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. Hebrews was written by Paul and it was given to Jewish believers. 12-ാം അധ്യായം വളരെ ശ്രദ്ധേയമായ ഒരു അധ്യായമാണ്. Chapter 12 is a very important chapter. അതിനകത്ത് പൗലോസ് വെളിപ്പെടുത്തുകയാണ്, And Paul is revealing this truth. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം. Make every effort to live in peace with everyone and to be holy. രണ്ട് കാര്യങ്ങൾ നാം ചെയ്യണമെന്ന് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. He is urging us to do two things. ഒന്ന്, എല്ലാവരോടും സമാധാനം ആചരിക്കണം. Make effort to live at peace with everyone. രണ്ട്, നമ്മൾ സ്വയം ശുദ്ധീകരണം പ്രാപിക്കണം. And secondly, we have to purify ourselves. ഈ രണ്ടു കാര്യങ്ങൾക്ക് നമ്മൾ ഉത്സാഹിക്കാനാണ് പൗലോസ് ഇവിടെ We വെളിപ്പെടുത്തുന്നത്. have to make every effort to achieve these two goals. എബ്രായ ലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരെ കൊണ്ട് പൗലോസ് നിറച്ചിരിക്കുന്നു. Hebrews chapter 11, which is called the Hall of Faith, is filled with men of faith. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നടന്ന എല്ലാ അത്ഭുതങ്ങളും കൂടെ എടുത്ത് 11-ാം അധ്യായത്തിനകത്ത് പൗലോസ് ചേർത്ത് എഴുതിയിരിക്കുക. He has squeezed a lot of miracles from the Old Testament into chapter 11. എല്ലാ അത്ഭുതങ്ങളുടെയും പുറകിൽ വിശ്വാസം എന്ന പദം എഴുതി ചേർത്തു. Behind every miracle there was faith. 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, When you come to the first verse of chapter 12, അവിടെ നല്ലൊരു വാക്യമുണ്ട്. it's a beautiful word. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്, Since we are surrounded by such a great cloud of witnesses, പഴയ നിയമത്തിൽ ദൈവം അത്ഭുതം ചെയ്ത് അത്ഭുതമെല്ലാം വിവരിച്ചിട്ട് പറയാ, ഈ സാക്ഷികൾ നമുക്ക് ചുറ്റും നിൽക്കുകയാണ്. after explaining the miracles that happened under the old covenant, the writer of Hebrews is saying they are witnesses for us. ആകയാൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. So there are two things we need to do. ഒന്ന്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും നമ്മൾ വിടണം. So first of all, we have to leave behind all the sin and that sin that entangles us. ഭാരം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് പാപം. Just like burdens are heavy on us, sin is also very important. ഭാരവും പാവവും ഒരേപോലെ പറയുന്നത്. Burdens and sin are spoken together. അകാരണമായി ഭാരം ചുമക്കുന്നവരുണ്ടെങ്കിൽ,
There are people who are carrying burdens unnecessarily. പാപത്തിൽ വസിക്കുന്നവരുണ്ടെങ്കിൽ, And if you're living in sin, പൗലോസ് വെളിപ്പെടുത്തുകയാണ്, the writer of Hebrews is അത് revealing, നിങ്ങൾ വിടണം. you need to give it up. വിശ്വാസത്തിലെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. You have to look at the author and the finisher of our faith, Jesus Christ. അല്ല, അടുത്ത വാക്യത്തിലുണ്ട് യേശുവിനെ ധ്യാനിക്കണം. And the next verse says, meditate upon Jesus Christ. പാപവും ഭാരവും വിടണം. Burdens and sin you have to give up. യേശുവിനെ നോക്കണം. Look at Jesus. യേശുവിനെ ധ്യാനിക്കണം. Meditate upon Christ. എന്നിട്ട് പൗലോസ് പറയുകയാണ്, Then the writer of Hebrews is saying, എല്ലാവരോടും സമാധാനം ആചരിക്കണം. be at peace with everyone. സ്വയം ശുദ്ധീകരണം പ്രാപിക്കണം. Purify yourselves. എല്ലാവരോടും സമാധാനം ആചരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. It's very difficult to live at peace with everyone. നമ്മുടെ വീട്ടിൽ നമ്മൾ സമാധാനമായിരിക്കണം. We need to be at peace with our family നമ്മുടെ members. ഫ്രണ്ട് സർക്കിളിൽ In our സമാധാനമായിരിക്കണം. friend circle, we need to be at നാം peace. പോകുന്ന ചർച്ചിൽ നമ്മൾ In the സമാധാനമാകണം. church we go, we need to be at peace. എല്ലാവരോടും സമാധാനം ആചരിക്കണം. We need to be at peace with everyone. അതൊരു മനുഷ്യനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുള്ള It's കാര്യമാണ്. very tough for us human പക്ഷേ beings. അതിനു വേണ്ടി For that, നമ്മൾ we need ഉത്സാഹിക്കാനായിട്ട് to make every effort. നമ്മളെ ഉത്സാഹിച്ചാൽ അത് നടക്കും. If we make an effort, it will happen. മനുഷ്യന്റെ അകത്ത് പൊതുവെ മടിയുള്ള ആൾക്കാരാണ്. We have a problem of laziness. ഒരാളിൽ മടി വ്യാപരിക്കുമ്പോൾ If the spirit of laziness is in a person, ആ വ്യക്തിയെ കുറിച്ച് ദൈവമിട്ട എല്ലാ പ്ലാനുകളും അവനിൽ തന്നെ ഒതുങ്ങുകയാണ്. all the divine plans for his life is crushed underneath this laziness. എന്നാൽ ഒരാൾ ഉത്സാഹിയായാൽ, But if somebody is active, അവന്റെ മടി അവിടെ സൈലന്റ് ആവും. his laziness is crushed. മറിച്ച് അവന്റെ ഉത്സാഹം വെളിപ്പെട്ടു വരും. His hardworking mentality will come out. വെളിപ്പാടുകളുടെ കൊടുമുടി കയറിയ പൗലോസ് പറഞ്ഞു, Apostle Paul declares, ഉത്സാഹത്തിൽ മടിപ്പില്ലാത്ത ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ you സേവിക്കണം. need to be on fire for the Lord without being lazy. ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിൽ ഉത്സാഹത്തിൽ മടുപ്പ് വരരുത്. There should not be laziness when it comes to serving the Lord. 30 ദിവസം ജോലി ചെയ്ത ശമ്പളം കിട്ടും. If you work for 30 days, you get salary. അതുകൊണ്ട് നല്ല സാലറി കിട്ടുന്നവർ ജോലിയിൽ ഉത്സാഹിതരാണ്. So if you are drawing a good salary, you will be enthusiastic in your work. ചിലർ ജീവിതത്തിൽ എപ്പോഴും ഉത്സാഹികളാണ്. Some people are always enthusiastic. ഒരാൾ ഉത്സാഹിയാണെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ഭാവി വിവരിക്കാൻ കഴിയും. If you look at an enthusiastic man, you can prophesy his future. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കും, നിങ്ങൾ ഒരു ഉത്സാഹിയാണോ? Ask yourself this question: am I full of enthusiasm? ദൈവത്തെ സേവിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഉത്സാഹിയായാൽ, If you have this enthusiasm to serve the Lord, നിങ്ങളിലും നിങ്ങളുടെ തലമുറയിലും ഈ അനുഗ്രഹം നിലനിൽക്കും. this blessing will fall upon you and your descendants. വീട്ടിൽ ഉത്സാഹിച്ച് പഠിക്കണം. You have to study well at home. മടി എല്ലാ മേഖലയിൽ നിന്നും മാറിപ്പോകണം. Give up laziness from all areas of your life. ഒരു മടിയൻ പോലും രക്ഷപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. No lazy man has ever succeeded. എന്നാൽ എല്ലാ ഉത്സാഹികളും രക്ഷപ്പെട്ടിട്ടുണ്ട്. But all those hardworking people have succeeded in life. ഒരു വീട്ടിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വീട്ടിലുള്ള ഉത്സാഹികളാണ്. When you walk into a house, you can feel the attitude of the people there. 10 മണിക്ക് ഒരു ചർച്ച തുടങ്ങി. Service begins at 10 o'clock. 12:15 യോഗത്തിന് വരുന്ന ഉത്സാഹിയല്ല. Those who come at 12 o'clock, they are lazy. അവന്റെ പേര് മടിയന്ന. His name is lazy. ഹല്ലേലൂയ. Praise the Lord. എന്നാൽ 10 യോഗം തുടങ്ങുവാണെങ്കിൽ, And if the service begins at 10, 9:30 വന്ന് there are people who come at ചെയറെല്ലാം 9:30, ഓർഡറിലിട്ട് putting the chairs. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ, And if somebody is praying, അവൻ ഉത്സാഹിയാ. he is enthusiastic about the things of God. ചിലരെ കാണുമ്പോൾ നമുക്കറിയാം അവർ ഉത്സാഹിയാ. The moment we see somebody, we know he is enthusiastic. നമ്മളെല്ലാരും കൂടെ ചേർന്ന് കൈയടിച്ച് Let's clap together. ഇനി ഉത്സാഹത്തോടെ നടിച്ച് Now enthusiastically clap. കണ്ടോ അതിന് വ്യത്യാസം കണ്ടോ? See the difference. അപ്പൊ നമ്മൾ ഉത്സാഹത്തോടൊന്ന് ചെയ്താൽ, When we do things enthusiastically, ദൈവത്തെ വിളിക്കുന്ന കാര്യത്തിൽ ഉത്സാഹിയായാൽ, if you are on fire in calling upon the Lord, പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഉത്സാഹിയായാൽ, if you are really on fire in prayer, നിന്റെ ഭാവി വർണ്ണിക്കാൻ കഴിയുന്നതിൽ ശ്രേഷ്ഠമായിരിക്കും. then your future will surely be blessed. ഞങ്ങള് ഉത്സാഹിയായ പാസ്റ്റർമാരുണ്ട്. There are pastors who are very hardworking, ഒരു ഉത്സാഹമില്ലാത്ത ഉപദേശിമാർ. and there are lazy ones also. അവർ ചോദിക്കുന്നത്, ദൈവം എന്താ ഞങ്ങളെ ബ്ലസ് ചെയ്യാ? And they are asking, why is God not blessing നീ us? ഉത്സാഹിയാണ്, നിന്നെ ദൈവം ബ്ലസ് ചെയ്തിരിക്കും. Give up your laziness and you will be blessed. സാഹചര്യങ്ങളിൽ ഒതുങ്ങരുത്. Don't be crushed under the situations. ഇവിടെ ഞാൻ ഒരു പദത്തിലേക്ക് ആദ്യം വരട്ടെ. I want to focus on one word. നമ്മൾ എല്ലാവരോടും സമാധാനം ആചരിക്കണം. Be at peace with everyone.
സമാധാനമായി സംസാരിക്കാൻ പഠിക്കണം. We need to learn to talk in peace. അപ്പൊ നമ്മൾ ഒരാളോട് സമാധാനമായി സംസാരിക്കണേ, ആദ്യം നമ്മളിൽ സമാധാനം വാഴണം. In order for us to talk in peace, we need to have peace in our hearts. നമ്മൾ സമാധാനത്തെ കുറിച്ച് പ്രസംഗിക്കും, We can preach about peace. സമാധാനത്തെ കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കും, We can write articles about peace. സമാധാനത്തെ കുറിച്ച് ബൈബിൾ സ്റ്റഡി എടുക്കും. We can give a long Bible study on peace. സമാധാനത്തിന് ദൈവം സാത്താനെ നിന്റെ കാൽക്കീഴിൽ തകർക്കുമെന്ന് പറയും. The God of peace will soon crush Satan under your feet. പക്ഷെ നിങ്ങൾക്ക് സമാധാനമുണ്ട്. But do you have peace? എത്ര പേര് സമാധാനം അനുഭവിക്കുന്നവരുണ്ട്? How many of you are experiencing peace? നമ്മൾ വരുന്ന മറ്റുള്ളവരെ പോലല്ല നമ്മൾ. Oh, we are not like anybody else. ഓ, നമ്മൾ യേശുവിനെ ഫോളോ We are ചെയ്യുന്ന following Jesus. ഓ, എന്തോ ഒരു ഭാഗ്യമാണ് നമുക്ക്. Oh, how privileged we പക്ഷെ are. ഒരു സമാധാനവും ഇല്ല. But there is no peace. അയ്യോ, ചിലരുടെ ലൈഫിൽ ഒരു കുഞ്ഞു പ്രശ്നം ഉണ്ടായ, Even if a small thing happens in some people's lives, ജാതികളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? what is the difference between pagans and us? ഒറ്റ വ്യത്യാസമേ ഉള്ളൂ. There's only one difference. നിങ്ങൾക്ക് കാറുണ്ട്, അവനും കാറുണ്ട്. They have cars, you have cars. നിങ്ങൾക്കും വീടുണ്ട്, അവനും വീടുണ്ട്. You have house, they have house. നിങ്ങൾക്കും പൈസയുണ്ട്, അവനും You have പൈസയുണ്ട്. money, they have money. അവനും നീയും തമ്മിലുള്ള വ്യത്യാസം, The difference between the world and you, അവർക്കില്ലാത്ത സമാധാനം നമുക്കുണ്ടാകണം. അതാണ് peace that they don't have, we do have. എത്ര വലിയ പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിലും. No matter how big your problems are, ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം പറയാം. let me tell you one thing in the beginning itself. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. Listen to me carefully. പ്രശ്നമില്ലാത്ത ആരുമില്ല. Everybody has problems. അംബാനിക്ക് അംബാനിയുടെ പ്രശ്നം, Ambani has big problems. എനിക്ക് എന്റെ പ്രശ്നം, I have my own problems. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം. You have your own struggles. ചെറിയവർക്ക് ചെറിയ പ്രശ്നം, വലിയവർക്ക് വലിയ പ്രശ്നം. If you have a small life, your problems are small. But if you have a bigger life, bigger problems. എല്ലാ മനുഷ്യനും പ്രശ്നം. Everybody has problems. എന്റെ പ്രശ്നമല്ല മനുവിന്റെ പ്രശ്നം. My problem is not pastor's ആ problem. പ്രശ്നമല്ല പക്ഷെ ജോഷിയുടെ പ്രശ്നം. That is different from somebody else's ആ problem. പ്രശ്നമല്ല സണ്ണിയുടെ പ്രശ്നം. That is not somebody else's കാരണം problem. നമ്മളെല്ലാം പല പല സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാണ്. Because our lives are different. പക്ഷെ പ്രശ്നം എത്ര ഉണ്ടെങ്കിലും But no matter what the problem ആ is, പ്രശ്നത്തിന് മുമ്പിൽ നമുക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? we can live in peace even in the midst of troubles. പൗലോസ് കൊലോസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ When Paul is writing to the Colossians, വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്. there's a revelation. ക്രിസ്തുവിന്റെ സമാധാനം The peace of Christ, നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. may it reign in your heart. രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഉള്ളിൽ സമാധാനം വാഴണം. Among the believers, Christ's peace has to reign. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം. You have to ask yourself, പ്രശ്നത്തിന് മുമ്പിൽ സമാധാനം പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? are you able to have peace in front of problems? ആദ്യം സമാധാനം നമ്മളിൽ വാഴണം. Let there be peace in our ഞാൻ hearts. നിങ്ങളോട് തുറന്നു പറയാം. Let me tell you one thing frankly. എത്ര വലിയ പ്രശ്നം വന്നാലും No matter how big the problem നിന്റെ is, അകത്ത് സമാധാനക്കേട് വരരുത്. you shouldn't lose your peace. കാര്യം ബൈബിൾ പറയുന്ന ഒരു വലിയ കാര്യമുണ്ട്. Because there's a truth in the word of ദൈവം God. അറിയാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും കൊഴിയത്തില്ല. Not a hair falls from your head without the knowledge of God. നിങ്ങൾ പറയും ശത്രു പ്രവർത്തിക്കുമെന്ന്. Or you're saying I'm having spiritual warfare. പ്രവർത്തിച്ചോട്ടെ. Let there be. പക്ഷെ ദൈവം അറിയാതെ, But without the knowledge of God, ദൈവത്തിന്റെ പെർമിഷൻ ഇല്ലാതെ without the permission of God, ഒരു ശക്തിക്കും നിന്നെ തൊടാൻ no പറ്റത്തില്ല. force can come against you. അത് നിന്റെ വിശ്വാസമാണ്. That should be your assurance. 276 പേരുമായിട്ട് കപ്പൽ യാത്ര ചെയ്യുക. There was a ship full of 276 people. 14 ദിവസം സൂര്യചന്ദ്രന്മാരെ കണ്ടില്ല. 14 days, no sun, no moon. ദൈവം പൗലോസിന്റെ ഷിപ്പിൽ വന്നിട്ട് പറഞ്ഞു, But the Lord spoke to Paul, ഇവൻ നിങ്ങളിൽ ഒരുത്തന്റെ തലയിൽ ഒരു മുടി പോലും പൊഴിയത്തില്ല. not a hair will be lost from even one of you. ദൈവം ഉറപ്പ് കൊടുക്കുക. That is the assurance from God. കടൽ ഇളകിയാലും കര ഇളകിയാലും പറഞ്ഞവൻ ദൈവമാണ്. Let the land or the sea roar, but the promise is from ഞാൻ God. ചോദിക്കുന്ന ഒരു ചോദ്യം, Let me ask you something. നിങ്ങൾക്ക് സമാധാനം പ്രാപിക്കാൻ കഴിയുന്നുണ്ടോ? Have you received this peace? സമാധാനം പഠിപ്പിക്കുന്നല്ല ചോദ്യം. This is not something to be taught. വ്യക്തിപരമായ ലൈഫിൽ In your personal life, 2 മണിക്കൂർ അന്യഭാഷ പ്രാർത്ഥിക്കുന്നവരോട് ചോദിക്കാം, നിനക്ക് സമാധാനം പ്രാപിക്കാൻ those who are കഴിയുന്നുണ്ടോ? speaking in tongues, let me ask you, do you have peace? ആദ്യം നമ്മളിൽ സമാധാനം Let ഉണ്ടാകട്ടെ. there be peace in our പിന്നെ hearts. മറ്റുള്ളവരോട് സമാധാനം ആചരിക്കട്ടെ. Then this peace will go into others. ചിലര് ഭയങ്കര വഴക്കാളികളുണ്ട്. Then there are people who always fight. വീട്ടിൽ വഴക്കുണ്ടാക്കും, Fighting at home, നാട്ടിൽ വഴക്കുണ്ടാക്കും, fighting in the streets, സഭയെ വഴക്കുണ്ടാക്കും, in the church, എല്ലായിടത്തും വഴക്കുണ്ടാക്കും. everywhere. എന്നിട്ട് ഭയങ്കരമായിട്ട് ആരാധിക്കുകയും ചെയ്യും. And then they worship tremendously. ശത്രു ഒരു നിമിഷം പ്രവർത്തിച്ചു പോയെന്ന് പറയും. Oh, I was entangled by the enemy for a moment. പ്രശ്നം അവിടെ അല്ല, നമുക്കൊന്നും സമാധാനമായിട്ട് കേൾക്കാനും പറയാനും പറ്റുന്നില്ല. The problem is that we are not able to listen or say peacefully. ചിലര് ഒരു മിനിറ്റ് കൊണ്ട് ചൂടാവും. Some people are short-tempered, ഹൈ പവർ ചൂടാവും. in high voltage. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, Let me tell you something. സമാധാനമായി സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ If you can't talk in നമ്മൾ peace, ദൈവമക്കളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. no point calling ourselves Christians. നമുക്ക് ഒന്ന് നമ്മൾ സമാധാനം ആചരിക്കണം. We need to be at peace. സകല മനുഷ്യരോട് സമാധാനം ആചരിക്കണം. Be at peace with everyone. അങ്ങനെയെങ്കിൽ In that നിങ്ങളുടെ case, ലൈഫ്
ലൈഫ് ബ്ലെസ്ഡ് ആകും. then your life will be blessed. യെശയ്യാ പ്രവചനം 66 അധ്യായത്തിൽ Isaiah 66 12ാമത്തെ വാക്യത്തിൽ verse 12 says, ആമീൻ, ഞാൻ നിങ്ങൾക്ക് കുടിപ്പാൻ നദി പോലെ സമാധാനം തരും. I give you peace like river. ഹല്ലേലൂയ. Hallelujah. ഞാൻ നിങ്ങൾക്ക് കുടിക്കുവാൻ നദി പോലെ സമാധാനം തരും. I give you peace like river to drink. ആമീൻ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, The Lord declares, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ നദി പോലെ സമാധാനവും. in order for you to drink, I'll give you peace like river. ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. യെശയ്യാ 66 അധ്യായം 12ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾക്ക് കുടിപ്പാൻ വേണ്ടി ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും. നദി പോലെ സമാധാനം. Peace like river. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിനകത്ത് In the Sermon on the Mount, the യേശു Lord പഠിപ്പിച്ച said, ഒരു കാര്യമുണ്ട്. Jesus taught something. മത്തായി സുവിശേഷം 5-ാം അധ്യായം 9-ാം വാക്യം. Matthew 5:9. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. Blessed are the peacemakers. അവർ ദൈവത്തിന്റെ പുത്രന്മാരെന്ന് They വിളിക്കപ്പെടും. will be called the sons of God. ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ You want to be called as a son of God? ഓർഡിനേഷൻ വേണ്ട. You don't need an ordination. നെറ്റിയിൽ എഴുതി ഒട്ടിക്കണ്ട. It shouldn't be written on your ആമീൻ, forehead. സമാധാനം ഉണ്ടാക്കിയാൽ മതി. Just make peace. ആമീൻ, നമ്മൾ സമാധാനം ഉണ്ടാകുന്നതല്ല, നമ്മൾ ഉണ്ടാക്കുന്നതാണ്. It is something, it's not something naturally given. We have to create it. നമ്മളെ വീട് സമാധാനം കൊണ്ട് നമ്മൾ നിറക്കണം. Our house should be filled with peace. നമ്മുടെ ചർച്ച് സമാധാനം കൊണ്ട് Our നിറക്കണം. churches should be filled അത് with peace. നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. It is our responsibility. സമാധാനം ഉണ്ടാക്കുന്നവരെ ദൈവത്തിന്റെ പുത്രന്മാരെന്നാണ് വിളിക്കപ്പെടുന്നത്. Peacemakers are called the sons of God. നമുക്ക് സമാധാനത്തിൽ ജീവിക്കാൻ പഠിക്കാം. We need to learn to live in peace. സമാധാനത്തിൽ സംസാരിക്കാൻ പഠിക്കാം. We need to talk in peace. അത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഓരോ ദിവസം അതിനെ ആമീൻ നമ്മൾ ഉത്സാഹിക്കണം. Every day we need to make an effort for that. ഒരു ദിവസം കൊണ്ട് നമുക്ക് ആമീൻ ഒരു കാര്യം പൂർത്തീകരിക്കാൻ പറ്റും. This cannot be achieved in one day. ചിലപ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എന്റെ മടി മാറി ഒന്ന് ഉത്സാഹിയാകണം. Some of you are rebuking the spirit of laziness in your heart. അത് ഒരു ദിവസം കൊണ്ട് പറ്റത്തില്ല. It won't happen in one day. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാം, Let me tell you something. നമ്മുടെ ഉത്സാഹത്തെ മടിപ്പിക്കുന്ന ശക്തികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. We are surrounded by forces that are against our enthusiasm. നിങ്ങൾ ഒരു ഉത്സാഹിയാണെന്ന് വിചാരിച്ചു. Suppose you are an enthusiastic നിങ്ങൾ ഒരു person. ശൂന്യമായ ഒരു കാര്യത്തിൽ നിന്ന് ഒരു പുതിയ പരിപാടി തുടങ്ങുക. You are starting something from the scratch. നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ എണ്ണം കുറവാണ്. Very few will encourage you. നിങ്ങളെ ഇടിച്ചതാക്കുന്നവരുടെ എണ്ണം കൂടുതൽ. Many would come to discourage you. ദൈവത്തിന് ഇന്ന് ആവശ്യം പ്രോത്സാഹിപ്പിക്കുന്ന ചിലരെയാണ്. God needs encouragers. ചിലരെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേ. No, why don't we encourage some ചിലരെ people? ഒന്ന് ഉത്സാഹിപ്പിച്ചേ. Why don't we encourage some people? നിനക്ക് ഇങ്ങനെ ഒരു ഭാവി അല്ല ദൈവം വെച്ചേക്കുന്നേ. Oh, this is not your ഈ future. 2022 ഫ്യൂച്ചർ മാറാൻ പോവാ. In 2022, you are going to be blessed. നിങ്ങൾ ചിന്തിക്കരുത് അമേരിക്കയിൽ നിന്ന് ഒരു പാസ്റ്റർ വന്ന് പ്രാർത്ഥിക്കുമ്പോഴല്ല. Oh, it's not because a foreigner comes and lays hands on you. പാസ്റ്റർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോഴല്ല. It's not Pastor Annie lays hands on നിങ്ങളുടെ you. മടിയെ നിങ്ങൾ വിടാൻ You തീരുമാനിക്കും. have to rebuke your laziness. നമുക്ക് ഒത്തിരി മടിയുള്ളവരാ. Oh, we have a lot of laziness. ചിലരുടെ ലൈഫിൽ മടിയേ ഉള്ളൂ. Some people are filled with laziness. എപ്പോഴും മടിയരാ. Always lazy. ചില മനുഷ്യർ ഒരു ദിവസം 14 മണിക്കൂർ ഉറങ്ങുന്നവരുണ്ട്. Some people sleep for 14 hours. എന്നിട്ട് അവർ പറയും കർത്താവ് ഒന്നും ചെയ്തു. Then they are saying the Lord is doing nothing. കർത്താവ് മേലിൽ നിന്ന് പറയും എനിക്കൊന്നും ചെയ്യാൻ പ്ലാനും ഇല്ല. The Lord is saying from heavens, I have absolutely no plans for ചിലർ you. പറയും എന്നോട് ഭയങ്കര പ്രവചനമുണ്ട്. Some people are saying there are lots of prophecies നിന്നെ about me. എലീശയെ പോലാക്കുന്ന I will make you like Elisha. പക്ഷേ യോഗത്തിന് ഇത് ഭയങ്കര ഉറക്കമാണ്. And then they sleep in the church. ദൈവം നുണത്തി വെച്ച് പറയുവാ നിനക്ക് എലീശയുടെ ശുശ്രൂഷ തരുവാന്ന് പറയുമെന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നില്ല. The Bible doesn't say the Lord is going to come and wake you up and give you ministry. ദൈവം ആർക്ക് ശുശ്രൂഷ കൊടുത്തു അതിന്റെ ഉത്സാഹികൾക്കാ. People who received ministries were all enthusiastic. ഉത്സാഹികളെ ദൈവം വിളിച്ചിട്ടുള്ളൂ. Hardworking people were called by God. എലീശയെ വിളിക്കാൻ കാര്യം Elisha was called. ആമി 12 കാളയെ ആമി ഉഴുതു മറിക്കുന്ന ഒരു വയലിൽ താനും ഒരു ആമി കുറവ് തീർത്തു പോവുക. 12 pairs of oxen, and he was on the 12th one. ഹല്ലേലൂയ. Praise the Lord. അവനെയാ ദൈവം വിളിച്ചത്. He was called. ദൈവത്തിന് എപ്പോഴും ഉത്സാഹിയാ ഇഷ്ടം. Hardworking men are called by ചിലർ God. രക്ഷിക്കപ്പെട്ട് വരുമ്പോ ആദ്യ കാലത്ത് ഭയങ്കര ഉത്സാഹമാണ്. Some people have a lot of enthusiasm in the initial days of their salvation. പെട്ടെന്നൊരു മടി അങ്ങ് വ്യാപിക്കും. Then they go into a lazy mode. നിങ്ങളോട് തന്നെ ചോദിച്ചു ഇപ്പൊ ഒരു 10-23 മടി നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. Or some lazy things are coming into your mind, right? അതെല്ലാം ഇന്ന് ക്യാൻസൽ ചെയ്യണം. You need to rebuke all that. അത് എപ്പോഴും നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ഒരു പ്രശ്നമുണ്ട്. We have a problem. നമ്മൾ തീരുമാനം എടുക്കാൻ എപ്പോഴും മുമ്പിലാണ്. We are really good in making decisions. കുറേ വർഷം ദശാംശം കൊടുക്കത്തില്ലായിരുന്നു. For many years we haven't been giving tithes. അപ്പം ഒരു പാസ്റ്റർ ദശാംശത്തെ കുറിച്ച് പറഞ്ഞു. Somebody preached about tithing. ഇന്ന് തൊട്ട് കറക്റ്റ് ടൈത്താ. From today onwards, tithing is going to be my goal. അന്ന് ജോലി ചെയ്തപ്പോൾ 2000 രൂപ കിട്ടി. Then all of a sudden you get 2000 rupees. വീട്ടിൽ വരുന്നതിന് മുമ്പേ തന്നെ 200 രൂപ എടുത്ത് പേഴ്സിന്റെ മറ്റൊരിടക്കകത്ത് മാറ്റി And the വെച്ചിരിക്കുക. tithe was separated before reaching home. വീട്ടിൽ വന്ന ഉടനെ ഭാര്യയുടെ എടുത്തു കൊടുക്കും, മോളെ ഇതങ്ങ് വെച്ചോ, കാരണം ശത്രു അപഹരിക്കുന്നതിന് മാറ്റിക്കോ. Before Satan takes it away, keep this safely.
ആ പുള്ളിയെ സൂക്ഷിച്ചോണം 4 ആഴ്ച കൊടുക്കത്തുള്ളൂ. Or after 4 weeks, he'll change his mind. ചില ആൾക്കാർ വണ്ണം കുറയ്ക്കാനായിട്ട് വ്യായാമം ചെയ്യും. Some people exercise in order to lose weight. ഡോക്ടർ പറഞ്ഞു വണ്ണം കുറയണേ വ്യായാമം ചെയ്യണം. A doctor said you need to do exercises. കോട്ടയത്തുകാരോടാ പറഞ്ഞേ. Or to people of Kottayam. ഉടനെ പറഞ്ഞു രാവിലെ നടക്കാൻ പോകണമെന്ന് പറഞ്ഞു. So you need to walk in the morning. ഇപ്പൊ തന്നെ കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിക്ക് പോകുന്ന റോഡിലോട്ട് ചെല്ലുമ്പോൾ നടക്കാനായിട്ടൊരു നല്ല വഴിയുണ്ട്. If you look at in the streets, there are good roads. രാവിലെ അവിടെ കൂട്ടം നടത്തവാ. Lots of people out there അപ്പൊ walking. ഡോക്ടർ പറഞ്ഞു ഒരു 3 കിലോമീറ്റർ നടക്കണമെന്ന്. Doctor said 3 kilometers you need to walk. വണ്ണം കുറയാനുള്ള കൊതി കൊണ്ട് ഒരു 14 കിലോമീറ്റർ And നടന്നു. this fellow walks 14 kilometers. രാവിലെ ചങ്ങനാശ്ശേരി പോയി തിരിച്ചു വന്നു. He goes to the next town and he came back ഒറ്റ ദിവസമേ അവൻ പോകത്തുള്ളൂ. in one day. പിറ്റേന്ന് അവന് കാലുവേദനയാവും. Next day his leg is gone. കാര്യം ആദ്യമായിട്ട് 14 കിലോമീറ്റർ ഓടുക. Because the first time he is already walking ഡോക്ടർ 14 പറഞ്ഞു ഫുഡ് kilometers. കുറയ്ക്കണമെന്ന്. Doctor said you need to diet. രാവിലെ 6 ചപ്പാത്തി കഴിച്ചുകൊണ്ടിരുന്നവനാ. He used to have 6 chapatis in the morning. ഉച്ചയ്ക്ക് 2 പ്ലേറ്റ് ചോറ് കഴിച്ചവനാ. He used to have 2 plates every lunch രാത്രി ഭയങ്കര ഡിന്നർ and കഴിച്ചുകൊണ്ടിരുന്നവനാ. heavy dinner. ഇപ്പൊ ഡോക്ടർ പറഞ്ഞോണ്ട് എല്ലാം കുറച്ചു. Now the doctor is saying diet. രാവിലെ 1 ചപ്പാത്തി, 1 chapati in the ഉച്ചയ്ക്ക് morning, അരമുറി ചപ്പാത്തി, half a piece for lunch, വൈകിട്ടൊരു ജ്യൂസ്. dinner 1 juice. 3 ദിവസം ഇവൻ കഴിക്കത്തുള്ളൂ. 3 days. 4ന്റെ അന്ന് 4th day, രാവിലെ 20 ചപ്പാത്തി കഴിച്ചു. 20 chapatis in the morning. ഉച്ചയ്ക്ക് അവൻ 5 പ്ലേറ്റ് ചോറ് കഴിച്ചു. 5 plates of rice for ഇങ്ങനെ lunch. ചത്ത് ജീവിക്കാൻ പറ്റത്തില്ല. Oh, I can't live like this. ചിലരോട് പറയും വ്യായാമം ചെയ്യണം. Some people are told to be doing exercise. അവർ രാവിലെ വെയിറ്റ് എടുക്കാൻ തുടങ്ങും. So they start taking weight. ആദ്യം ഒരു വെയിറ്റ് എടുക്കും, Then they take one പിരിച്ചുള്ള കൂടിയ വെയിറ്റ് എടുക്കും. the weight increases. ഡോക്ടർ പറഞ്ഞ 10 പ്രാവശ്യം ചെയ്യാവുന്ന. Doctor said do it only 10 വണ്ണം times. കുറയ്ക്കാനുള്ള കൊതി കൊണ്ട് So because he wants to lose അവൻ weight, 2 മണിക്കൂർ അങ്ങ് ചെയ്തു. he did it for 2 hours. പിറ്റേന്ന് രാവിലെ കാരിത്താസിൽ അഡ്മിറ്റ് ആയി. And the next day he's admitted. ഷോൾഡർ പെയിൻ. Shoulder pain. നിങ്ങൾ ശ്രദ്ധിക്കണം, Listen to me. ഇതൊന്നും പെട്ടെന്ന് ചെയ്യുന്ന കാര്യമല്ല. These are not practical. ഒരാൾ ഉത്സാഹിയാകണമെങ്കിൽ If you want to be hardworking, ദിനം പ്രതി അവൻ മടിയെ ജയിക്കാൻ തുടങ്ങും. you have to overcome laziness every day. ഇപ്പൊ ഒരു 20 മടി നിങ്ങളുടെ മനസ്സിൽ വന്നെങ്കിൽ If there are 20 kinds of laziness in your mind, നിങ്ങൾ അതിനകത്ത് ഓരോന്ന് ക്യാൻസൽ ചെയ്ത് you have to cut off one by one. ഹല്ലേലൂയ. Praise the Lord. നിങ്ങൾ മനസ്സ് വെച്ച പലതും നടക്കും. If you put your heart, there are things that will take place. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും You brother. are able to do it. ഇങ്ങനല്ല നിന്റെ ഫ്യൂച്ചർ. This is not your future. നിന്റെ മേൽ കിടക്കുന്ന പ്രവചനം എഴുന്നേക്കാൻ പോവാ. The prophecies upon you should rise. നീ ഒരു ഉത്സാഹിയായി മാറണം. You need to become hardworking. എന്തൊക്കെ കാര്യത്തിൽ ഉത്സാഹിയാകണം? In what all ways you can be hardworking? ഹല്ലേലൂയ. 4 കാര്യങ്ങൾ നിങ്ങളോട് പറയാം. 4 things I want to share. വായിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല. I don't have time to read. എല്ലാവരും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം. You need to make an effort to live a holy life and to be at peace with everyone. 1 കൊരിന്ത്യർ 14:1 1 Corinthians 14:1. സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കണം. You have to pursue love. അപ്പോസ്തലപ്രവൃത്തി 13:43 Acts 13:43. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് ഉത്സാഹിക്കണം. Urge them to continue in the faith. എബ്രായർ 6:11 Hebrews 6:11. പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹിക്കണം. You have to have the same diligence to the very end for your hope to be fully fulfilled. 4 കാര്യങ്ങൾക്ക് ഉത്സാഹിക്കണം. For 4 things you need to work ഞാൻ hard. റെഫറൻസ് ഇല്ലാതെ ഒന്ന് പറഞ്ഞു പോകാം. Let me repeat. എല്ലാവരോടും സമാധാനമായി ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കണം. You have to live at peace with everyone and make an effort to be holy. സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കണം. To pursue love, make an effort. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടതിന് ഉത്സാഹിക്കണം. To continue in your faith, work hard. പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ ഉത്സാഹിക്കണം. You have to have diligence in order to reach the fullness of your hope. ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് ചെയ്യേണ്ടതല്ല. You cannot do it in one day. ഓരോ ദിവസവും നമ്മൾ ഉത്സാഹിയാണ്. Every day you need to work hard. ഒരാളുടെ റൂമിൽ ചെന്ന് അറിയാം പുള്ളി ഉത്സാഹിയാണോ? Just walk into somebody's room and you know his character. ബുക്കെല്ലാം കുറെ ഇടത്തോട്ട് മാറ്റിയിട്ടേക്കുന്നു. Books are thrown around. കാപ്പി കുടിച്ച ഗ്ലാസ് അവിടെ വെച്ചേക്കുന്നു. The cup that is the coffee mug is upside down. ഒരു പൊട്ടിയ സീഡി എടുത്ത് രണ്ടായിട്ട് ഓടിച്ച് അവിടെ വെച്ചേക്കുന്നു. One CD is broken and it's on the floor. 5-6 പേപ്പർ നുള്ളി കീറി അവിടെ ഇട്ടേക്കുന്നു. And the paper pieces are lying around. അതിന്റെ മണ്ടയ്ക്ക് ബൈബിൾ എടുത്ത് വെച്ചേക്കുന്നു. And the Bible is on top of it. മുറി തൂത്തിട്ട് 5-6 ദിവസമായി. It's been a few days since it was cleaned. അപ്പൊ നമ്മൾ കാര്യം പറയാ പാസ്റ്റർ ഇരുന്നാട്ട് നമ്മൾ കസാര അതിന് നടുക്കിട്ട് തരും. Pastor, please be seated in the midst of all this chaos. നമുക്ക് കയറി ചെല്ലുമ്പോഴേ അറിയാം ഇവന്റെ ജീവിതത്തിൽ ഇവനൊരു ഭയങ്കര മടിയനാണ്. The moment we walk into his room, we can realize how lazy he is. ചെറുടെ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ അറിയാം മടിയനാണോ ഇല്ലയോ. We can barely walk into some people's bedrooms. ഒരാളുടെ ഡ്രസ്സ് വെക്കുന്ന അലമാരി തുറന്ന് അറിയാം മടിയനാണോ. Just open the wardrobe and you know his character. മടിയനല്ലാത്തവരെല്ലാം നല്ലതായിട്ട് അടുക്കി വെക്കും. Oh, if it is stacked properly, you know he's got a good character. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാ, You know why? മടിയന്മാർക്ക് ഒന്നിനും സമയം. Lazy people don't have time for anything. ഉറങ്ങാനേ നേരമുള്ളൂ. Only sleep. ഹല്ലേലൂയ. Praise the Lord. എന്നാൽ മടി മാറി ഉത്സാഹിയായാൽ But if you're hardworking, അവർക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. they have plenty of time. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. Let me tell you something. ഉത്സാഹിച്ചാൽ ചിലത് നടക്കും. If you work hard, if you put your heart on ഇന്നൊരു it, ആത്മീക some things will ദൂതിലോട്ട് വരിക. happen.
I'm coming to a message. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുക, The Spirit of the Lord is ministering to you. ഇച്ചിരൂടെ നിങ്ങളൊന്ന് ഉത്സാഹിച്ചാൽ, Just put your heart a little പ്രേയറിൽ more. ഇച്ചിരൂടെ ഉത്സാഹിച്ചാൽ, Try to pray a little more. ബൈബിൾ വായിക്കുന്നതിൽ ഇച്ചിരൂടെ ഉത്സാഹിച്ചാൽ. Make an effort to read the Word of God. ഞാനൊരു യോഗത്തിൽ ചോദിച്ചു, I once asked in a ഇന്ന് meeting, രാവിലെ ബൈബിൾ വായിച്ച ഒരു കൈവക്കാം. how many of you read Bible this morning? 400 പേരുണ്ടായിരുന്നു യോഗത്തിൽ. It was a 400-member meeting. 16 പേര് കൈവക്കും. 16 people raised their hands. ബാക്കി ആരും വായിച്ചിട്ടില്ല. Nobody else read. ഈ 16 പേര് കൈവക്കിയതിനകത്ത് And among these 16, 10 പേര് ബുദ്ധിയുള്ളവരായിരുന്നു. 10 people were കാര്യം smart. അന്ന് യോഗത്തിന് വന്നപ്പോൾ പറഞ്ഞ റെഫറൻസ് വായിച്ചല്ലോ. At least the reference was read. അവരാ 10 പേര്. They were actually saying, we just read the Bible in the meeting. എന്നാൽ ഷർട്ട് അയൺ ചെയ്യാത്ത ആരെങ്കിലും വന്നോന്ന് ചോദിച്ചാൽ എല്ലാവരും കൈവക്കും. ഞങ്ങളെല്ലാം 2 പ്രാവശ്യം അയൺ ചെയ്തായിരുന്നു. If you ask, did you iron your shirt this morning? Everybody did. നമ്മൾ ഏത് കാര്യത്തിൽ ഉത്സാഹിയാകണം? In everything we need to be enthusiastic. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്. There's a verse in Nehemiah, 4-ാം അധ്യായം എടുക്കാം. chapter 4, അതിന്റെ 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. verse 6. വളരെ നല്ലൊരു വാക്യമാണ്. നെഹമ്യാവിന്റെ പുസ്തകം Nehemiah 4:6. 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു. വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നത് കൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർത്തു. വേല ചെയ്യാൻ ജനത്തിന് ഉത്സാഹം ഉണ്ടായതുകൊണ്ട് People worked with all their hearts. ഹല്ലേലൂയ. നമുക്ക് നെഹമ്യാവിന്റെ പുസ്തകത്തിലെ ചില വാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. Just a couple more verses from the book of Nehemiah. 4-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് വരാമല്ലോ. Verse 4, chapter 4, 1-ാമത്തെ വാക്യം വായിച്ചാട്ടെ. verse 1. ഞങ്ങൾ മതിൽ പണിയുന്നെന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഇവിടെ നെഹമ്യാവിന്റെ നേതൃത്വത്തിൽ മതിൽ പണി നടക്കുകയാണ്. Under the leadership of Nehemiah, the wall is being built. ശത്രു പൊളിച്ചു കളഞ്ഞ മതിൽ. The enemy had destroyed this wall. തീ വെച്ച് ചുട്ടു കളഞ്ഞ മതിൽ. This wall had been burned down. അതിനകത്തു നിന്ന് നെഹമ്യാവ് പണി തുടങ്ങുക. And Nehemiah is starting to അവർ build. പണി തുടങ്ങിയപ്പോൾ After the building started, സൻബല്ലത്ത് കേട്ടപ്പോൾ, when Sanballat heard this, അവൻ മഹാകോപത്തോടെ അവരെ നിന്ദിച്ചു. he was very angry and he insulted them. 2-ാമത്തെ വാക്യം. Second verse. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? വെന്തു കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങൾ അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തന്റെ സഹോദരന്മാര് ശമരിയ സൈന്യവും കേൾക്ക പറഞ്ഞു. 3-ാമത്തെ വാക്യം കൂടെ. Verse 3. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. Let me tell you something. വെന്ത് കിടക്കുന്ന ചണ്ടിക്കൂമ്പാരത്തിന്റെ അടുക്കെന്ന് ഒരു പണി തുടങ്ങുക. Work is starting from a heap of burnt rubbles. ആ പണിയെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകളുമായി 2 വ്യക്തികൾ എഴുന്നേൽക്കുക. 2 men rose against Nehemiah to discourage him. ഒരുത്തന്റെ പേര് സൻബല്ലത്ത്, മറ്റവന്റെ പേര് തോബിയ. Sanballat and Tobiah. അവര് പറയുകയാണ്, They are saying, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ you പറ്റത്തില്ല. cannot do this. അന്നും ഇന്നും നമ്മുടെ പ്രശ്നം ഇതാണ്. The problem then and now is this. നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ We take a step. നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരുടെ എണ്ണം കൂടുതലാണ്. There are so many people who would tell us we cannot do this. എന്നാൽ വചനം പറയുന്നു, But the word of God says, നിനക്കത് ചെയ്യാൻ പറ്റും. you are able to do this. ദാവീദ് പറയുകയാണ്, David is saying, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. with my God I can scale a wall. ഇതൊന്നും എന്റെ ശക്തിയല്ല. This is not my strength. എല്ലാം ഞാൻ ദൈവത്താൽ ചെയ്യാൻ With പോകുന്നു. my God I can do this. ഇവര് പറയുകയാണ്, These വെറുതെ people ആ പണി നടക്കത്തില്ല. Oh, this will not happen, they are ഇത് saying. പണിയാൻ പറ്റും. 3-ാം വാക്യം വായിച്ചേ. Oh, can you build this? ഹല്ലേലൂയ. അപ്പോൾ Verse 3. അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യനായ തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു 2-ാം വാക്യം കൊണ്ട് വായിച്ചേ. Verse 2. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? വെന്തു കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങൾ അവർ കല്ല് ജീവിപ്പിക്കുമോ? ഈ വാക്യങ്ങളെല്ലാം അടുപ്പിക്കുന്ന വാക്കുകളാണ്. All these words are discouraging words. എപ്പോഴും ഓർക്കണം, Remember always, നമ്മളെ മടുപ്പിക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴും മുമ്പിൽ വരുന്നത്. people are always ready with discouraging words. ഒരാളൊരു വീട് വെക്കാൻ പോവാ. Somebody is going to build a house. 2 കൂട്ടുകാർ വന്നിട്ട് ചോദിക്കുക, 2 friends are coming and asking, നിനക്കിത് പണിയാൻ പറ്റുകയില്ല കേട്ടോ. oh, you can't do this. അങ്ങനെ വീട് പണിത് കടം കയറി തകർന്നു പോയ 4 പേരുടെ കഥയും കൂടെ പറഞ്ഞു. And then they will share 4 stories of people who lost their lives because of debt. അവൻ ആ വീടിന്റെ പ്ലാൻ നുള്ളിക്കീറി കളയും. Then he will tear away the plan കാരണം അവന് ചെയ്യാൻ പറ്റത്തില്ല. because he's discouraged. He can't do it. 2 പേരൊന്ന് പ്രോത്സാഹിപ്പിച്ചേ. Suppose 2 friends encourage him. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും. You can do this. നിങ്ങളെ കൊണ്ട് ഇത് പറ്റും You can do this. എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. If you say that, അറിയാതെ വഴികൾ തുറന്നു വരും. then doors will be open. ബൈബിളിന്റെ ഒരു പ്രത്യേകത. That's the peculiarity of the word of ബൈബിളിന്റെ God. ഒരു പ്രത്യേകത. The word of God. 38 വർഷമായിട്ട് ഒരു മനുഷ്യൻ ഒരു കൊളക്കരെ കിടക്കുക. One man was paralyzed
For 38 years. വരുന്നവരെല്ലാം ചോദിക്കും, Everybody is asking, എത്ര കൊല്ലമായി ഇവിടെ വന്നിട്ട്? how many years you have been here? 38 കൊല്ലമായി. 38 years. ഓ, ഇനിയൊന്നും നടക്കത്തില്ല And then കേട്ടോ. there's no hope. ഇനിയും വെറുതെയാ, And now it's too late. ഒന്നും നടക്കത്തില്ല. Nothing is going to happen. അവൻ ഇന്ന് വരെ ആ കുളത്തിന്റെ കരി കേട്ടത് ആ വാക്കാ. This is the voice that he has been hearing for 38 years. വ്യത്യസ്തമായിട്ട് ഒരു വാക്ക് അവൻ കേട്ടു. Something different one day he heard. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? Are you willing to be healed? ഹല്ലേലൂയ. Praise the Lord. നിന്നെ മടുപ്പിക്കുന്ന 1000 വാക്കുകൾ വരുമ്പോൾ In place of 1,000 discouraging words, വചനം നിന്നോട് the സംസാരിക്കുന്നു. word of God is speaking to you. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? Are you willing to be healed? അതാണ് അവനെ വ്യത്യസ്തനാക്കിയത്. That's what made him different. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ സ്തോത്രം Praise the ചെയ്യുക. Lord if you're catching this. നമുക്ക് വചനത്തിലോട്ട് വരാം. Let's go back to the word of God. സൻബല്ലത്ത് സോബിയാവ് അവനെതിരെ എഴുന്നേറ്റു. Sanballat and Tobiah rose against him. നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. You can't do this. വേദപുസ്തകം നമ്മൾ പഠിച്ചാൽ When we learn the word of God, ആര് ഉയർന്നിട്ടുണ്ടോ anytime somebody was risen, അവരെല്ലാം ഉത്സാഹികളാണ്. they were all enthusiastic. മടിയന്മാർ ഉയരത്തില്ല. Lazy people cannot come up. വലിയ പാടാ മടിയൻ ഉയരാൻ. It's very difficult for them to come എന്റെ up. അടുക്കൽ ഈ കഴിഞ്ഞ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കാനായിട്ട് The other day a man came to me for prayer. എന്നോട് പറഞ്ഞു, പാസ്റ്റർ, Oh pastor, ഞാൻ പലയിടത്ത് ജോലിക്ക് പോയി. I tried to work in several places. ഒരാഴ്ച ആകുമ്പോൾ എന്നെ അവിടെ നിന്നെല്ലാം പറഞ്ഞു വിട്ടു. After 1 week I'm fired. ഞാൻ ചോദിച്ചു, എന്തുവാ പ്രശ്നം? So what's your problem? നിനക്ക് ജോലി അറിയത്തില്ലയോ? Don't you know how to work? അറിയാം. Of course. അയ്യോ, അവന്റെ ഫയൽ എന്റെ കയ്യിൽ നിന്ന് തന്നു. I saw his CV. അയ്യോ, എന്തോ നല്ല ദൈവത്തിന് സ്തോത്രം മിടുക്കനാണ്. The CV was very rich. ഞാൻ ചോദിച്ചു, പിന്നെ എന്നാ ജോലി So കിട്ടാത്ത? what's the problem? ലാസ്റ്റിൽ എവിടെ വർക്ക് ചെയ്തേ? Where did you work the last ഞാൻ time? പറഞ്ഞു, ഇന്ന കമ്പനിയിലാണ് വർക്ക് In this ചെയ്തേ. particular company. അപ്പൊ ഞാൻ ചോദിച്ചു, മോനെ അവിടുന്ന് എന്താ പറഞ്ഞു വിട്ടേ? So why did they fire you? പക്ഷെ എല്ലായിടത്തൊന്നും പറഞ്ഞു വിടുന്ന ഒരു ചെറിയ കാര്യമാണ്. There's a small issue everywhere. ഞാൻ ചോദിച്ചു, എന്തോ? What is it? ഏത് മനുഷ്യനും ഫുഡ് കഴിച്ചാൽ ചെറുതായിട്ടൊന്ന് ഉറങ്ങും. Everybody has to take a short nap after lunch. ഞാൻ പറഞ്ഞു, ഉറങ്ങും, എല്ലാ മനുഷ്യനും ഉറക്കം വരുമല്ലോ. I said that's fine. ഉച്ച കഴിഞ്ഞോടെ സെക്ഷൻ യോഗം നടത്താൻ ഭയങ്കര പാടാ. It's very hard to have a meeting in the afternoon session. രാവിലെയും രാത്രിയിലും പ്രശ്നമില്ല. Morning and night everybody is fine. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, നീ എപ്പോഴാ ഫുഡ് കഴിച്ചേ? So what time did you have lunch? 1:30 കഴിച്ചു. 1:30. എപ്പോഴാ കണ്ണടച്ചേ? When did you start napping? 1:35. 1:35. എപ്പോഴാ കണ്ണ് തുറന്നേ? When did you wake up? 5:30. 5:30. അപ്പൊ ഞാൻ പറഞ്ഞു, ഉറപ്പായിട്ട് Then I said, ഒരു കമ്പനി ഒരുത്തിനെ ജോലിക്കെടുത്തേക്കുന്ന 1:30 തൊട്ട് 5:30 വരെ ഉറങ്ങാനല്ല. the company is not paying you to sleep. ഉറങ്ങുന്നതിന് ശമ്പളം കൊടുത്താൽ If you're paid to sleep, ആ കമ്പനി പൂട്ടി പോകും. that company will be shut down. അവനെ എല്ലാ കമ്പനിയിൽ നിന്ന് പറഞ്ഞു വിട്ട ഉറക്കത്തിനാ. It's because of his sleep he was getting fired. ഉണർന്നാ അവൻ ജോലി. If he is awake, he'll work. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. Some response, please. അപ്പൊ മനസ്സിലായിക്കേ, So listen to me. നമ്മൾ ഉത്സാഹിയാകണം. We need to be hardworking. എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. Only then we can achieve things. എന്റെ മേൽ ഭയങ്കര പ്രവചനമുണ്ട്. There are so many prophecies about me, ഞാൻ ഒന്നും ചെയ്യത്തില്ല, ദൈവം നൂലെ കെട്ടി തരട്ടെ. but I want God to hang blessings down. ഉറങ്ങിക്കൊണ്ട് കിടന്നാൽ അങ്ങനെ ഉണ്ടല്ലോ, ഉറക്കത്തിൽ തരുവെന്ന്. Even the verse is written, to his righteous he gives in sleep. ആ വാക്യത്തെ തന്നെയാ ചിലര്. Some people abuse those words. ഇവിടെ സൻബല്ലത്ത് തോബിയാവ് അവന്റെ മനസ്സിനെ ഇടിക്കുക. Oh, here Sanballat and Tobiah are discouraging him. മൂന്നാമത്തെ വാക്യം, Verse 3. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോനിയനായ തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴുമെന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ഒരു കുറുക്കൻ കഴിയാൽ മതിൽ ഉരുണ്ടു വീഴും. Even if a fox climbs on it, it's going to fall down. പക്ഷെ ഒരു കാര്യം, But there's one thing. നെഹമ്യാവ് ജനത്തെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. Nehemiah kept on encouraging people. ഇവര് കൊടുക്കുന്ന നെഗറ്റീവ് എനർജി ഇരട്ടി പോസിറ്റീവ് എനർജി കൊടുത്തോണ്ടിരുന്നു. In place of all the discouragement, Nehemiah was giving double portion of encouragement. ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കംപ്ലീറ്റ് നെഗറ്റീവ് എനർജിയാ. You are surrounded by negative energy in the place of your work. നിന്റെ ഫ്രണ്ട് സർക്കിളിൽ നെഗറ്റീവ് എനർജിയാ. Your friends are giving all negative energy. പോസിറ്റീവ് തരുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് ആത്മീക ആരാധനയിലാണ്. There is only one place you can get some positive message, that is when you worship God. അതുകൊണ്ടാണ് മിനിമം ഒരാഴ്ച 3 യോഗം കൂടണമെന്ന് പറയുന്നത്. That's why we always say at least 3 meetings you need to attend per week. ഒരു സൺഡേ വർഷിപ്പ് കൂടണം. Attend one Sunday ഒരു worship, ഫ്രൈഡേ ഫാസ്റ്റിംഗ് പ്രയർ കൂടണം. Friday fasting prayer, പിന്നെ ഇടയ്ക്ക് ഒരു പ്രയർ കൂടെ കൂടണം. then in between one Bible study or എന്നാലേ prayer. സ്പിരിച്വൽ ലൈഫ് പവർഫുൾ ആയിട്ട് പോകും. Only then you can survive in this world. ഹല്ലേലൂയ. ആറാമത്തെ വാക്യം വായിച്ചേ. Verse 6. അങ്ങനെ ഞങ്ങൾ മതിൽ പണിതു. വേല ചെയ്യുവാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നുകൊണ്ട് മതിൽ മുഴുവനും പാതി പൊക്കം വരെ തീർന്നു. വേല ചെയ്യാൻ ജനത്തിന് ഉത്സാഹമുണ്ടായിരുന്നു. ഉത്സാഹമുള്ളത് കൊണ്ട് People work with all their heart.
ഹല്ലേലൂയ. Praise the Lord. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് പറയാം, To some of you, God is speaking. എല്ലാവരും കഴിയത്തില്ലെന്ന് പറയുമ്പോഴും When everybody says you can't, നീ ഒരു ഉത്സാഹിയായി മാറണം. work at it with all your heart. നിന്നെ കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യിക്കാൻ God can പോകുകയാണ്. do big things through you. നമുക്ക് ഒന്നിച്ച് പറയാം, Together, let's നമ്മൾ declare ഉത്സാഹിക്കുന്നവരാകും. we are going to work hard. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യം Verse വായിച്ചേ. 7. യെരുശലേമിന്റെ മതിലുകൾ അറ്റകുറ്റം തീർന്നു വരുന്നു എന്ന് ഇടിവുകൾ അടഞ്ഞു തുടങ്ങിയെന്നും ആ. സൻബല്ലത്തും തോബിയാവും അരാബ്യരും അമോന്യരും അസ്തോദ്യരും കേട്ടപ്പോൾ ആ. അവർക്ക് മഹാകോപം ജനിച്ചു. അവരുടെ പദ്ധതി എല്ലാം പൊളിഞ്ഞുപോയി. When the enemy's plans were spoiled, they were all angry. ഈ ദൈവവചനത്തിന്റെ ഒരു പ്രത്യേകത നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന വചനം. The word of God is always encouraging us. പ്രാർത്ഥന ഇച്ചിരി മടുപ്പ് വന്നാൽ അത് ദൈവം സംസാരിക്കുന്നത് വചന ശുശ്രൂഷയില്ല. Oh, when you're discouraged in prayer, the word of God speaks to you. ചില കണ്ടിട്ടില്ലേ, ഉച്ചയ്ക്ക് പ്രയർ കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കേണ്ട സമയം പോലും മാറ്റി വെച്ചിരുന്ന് മുട്ട പ്രാർത്ഥിക്കുക. Sometimes people go after church and even skipping lunch, they go straight to prayer. പ്രാർത്ഥിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി അവന് ശുശ്രൂഷയിൽ കിട്ടി. From the ministry, he's got this positive attitude to pray. അത് എപ്പോഴും ഓർക്കണം, ഒരു ആവേശത്തിന് ചെയ്യരുത്. Or don't do it because of an emotion. ചിലർ നല്ല ശുശ്രൂഷ ഒരാൾക്ക് കണ്ടു, After watching a good sermon, എനിക്കും അങ്ങനെ ശുശ്രൂഷ വേണം, അന്ന് പോയിരുന്നു പ്രാർത്ഥിക്കും. I want to preach like him. So this fellow prays that night. പക്ഷെ പിന്നെ 6 മാസം പ്രാർത്ഥിക്കത്തില്ല. Then for the next 6 months, he won't pray. ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുമ്പോൾ When I was a Bible college student, സൗദിയിൽ നിന്ന് ഒരു 5-6 പേര് ജോലി റിസൈൻ ചെയ്ത് ഒരു ആവേശത്തിന് സുവിശേഷ വേലക്കറി. 6 men came from Saudi Arabia resigning their jobs. 5 ലക്ഷം 8 ലക്ഷം രൂപയൊക്കെ ശമ്പളം വാങ്ങിച്ച ഒരു ജോലിയൊക്കെ വിട്ടിട്ട് വേലക്കറിഞ്ഞു. They were well paid there and they resigned and came for ministry. അത് 10, 45, 50, 52 വയസ്സുള്ളവരാ. They were in their 40s and 50s. എന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുക. And I was surrounded by them. അവരുടെ വർത്താനമൊക്കെ കേട്ടപ്പോൾ ഞാൻ ഓർത്ത് ഇവര് കേരള ഇളക്കിയാച്ചാ പോകത്തുള്ളൂ. Oh, I listening to their talk, I thought they're going to turn Kerala upside down. രണ്ടാമത്തെ ആൾക്കാർ 2 വർഷം കഴിയുമ്പോൾ തിരിച്ച് സൗദി പോയി. After 2 years, 2 of them went back. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്നാ പോകുന്നതെന്ന് ചോദിച്ചു. We asked, why are you going back? പൗലോസ് കൂടാരപ്പണി ചെയ്തുകൊണ്ടാ വേല ചെയ്ത് നിന്നാ പഠിച്ചെന്ന് പറഞ്ഞു. Oh, I just learned that Paul was also a tent maker. പിന്നെ ഇന്ന് വരെ അവര് വേലയ്ക്ക് വന്നിട്ടില്ല. And they have never returned. 4 വർഷമായപ്പോൾ ബാക്കി 2 പേരൂടെ പോയി. After 4 years, the rest have also left. ഒരു വിവരമില്ല എവിടാന്ന്. We still don't know where they are. ഒരു ആവേശമല്ല സുവിശേഷ വേല. Excitement is not ministry. ഒരു ആവേശത്തിന് ഉപദേശിയാകാൻ ശ്രമിക്കരുത്. Emotionally, don't become a pastor. നിങ്ങൾ ശ്രദ്ധിക്കണം, ദിവസം പ്രതി ഉത്സാഹിയാകണം. Oh, be enthusiastic every day. സുവിശേഷ വേല വന്നിട്ട് ഉത്സാഹം ഇല്ലാഞ്ഞിട്ട് എത്രയോ പേര് മടിയന്മാരായിട്ടുണ്ട്. How many ministers are lazy and they're not hardworking? നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടത് ഉത്സാഹമാണ്. What we need is a hardworking mentality. കുറച്ച് ദിവസം മുമ്പ് 72 വയസ്സുള്ള ഒരു അപ്പച്ചൻ എന്നെ കാണാൻ A 72-year-old man came to me. അപ്പച്ചൻ 9-ാം ക്ലാസ്സിൽ തോറ്റ കാര്യം പോലെ കഥ പറയുന്നു. He started his story from 9th grade. എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം കിട്ടിയില്ല. Oh, I didn't get the opportunity to study. 9 ഞാൻ തോറ്റുപോയി, അന്ന് തുടങ്ങിയ പ്രശ്നമാണ്. In 9th, I failed and my life was collapsed. കണ്ടോ, 72 വയസ്സുള്ള പുള്ളി 9-ാം ക്ലാസ്സിൽ തോറ്റ കാര്യമാണ് പറയുന്നത്. 72-year-old man is still in 9th grade. 9 തോറ്റു, 10 പഠിക്കാൻ പറ്റിയില്ല, 11 പഠിക്കാൻ പറ്റിയില്ല. ഇത്രയും പറഞ്ഞപ്പോൾ 1 മണിക്കൂർ പോയി. 9, 10, 11. This story took 1 hour. ഞാൻ പറഞ്ഞു, അച്ഛാ 70 വയസ്സ് കഴിഞ്ഞുള്ള കാര്യം പറ. Oh, tell me what happened after 70. 72 വയസ്സുള്ള ആൾ ഇനി എത്ര ജീവിക്കും പറ. So after 72, how many years are you going to live? ഇപ്പോഴും 9-ാം ക്ലാസ്സിലെ വിടുന്നില്ല. He's still stuck in standard 9. മാലപ്പടക്കം പോലെ ഇങ്ങനെ പ്രശ്നത്തെ സൂക്ഷിച്ചേക്കുക. Like fireworks, he's holding on to problems. നിനക്ക് രക്ഷപ്പെടണോ? If you want to be redeemed, ഇപ്പൊ ഈ മെസ്സേജ് കേൾക്കുന്നതിന് 5 മിനിറ്റ് മുമ്പുള്ള കാര്യം മറക്കാൻ ശ്രമിക്കണം. forget even the things happened 5 minutes ago. ചിലര് ഒരു മാല കോർക്കുന്ന പോലെ ഇങ്ങനെ കോർക്കും. Or some people make a chain. ബ്രദർ അറിയാവോ? Oh, do you know? 3 ആക്സിഡന്റ് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. There were 3 accidents in my life. ഒരാൾ എന്നോട് സാക്ഷി പറയുക. Somebody is testifying. അദ്ദേഹത്തിന്റെ 16-ാമത്തെ വയസ്സിൽ ഒരു അപകടം ഉണ്ടായി. At the age of 16, he had an accident. പുള്ളി പറഞ്ഞു 21-ാമത്തെ വയസ്സിലൊന്നും At 21, another accident. 36-ാമത്തെ വയസ്സിലുണ്ടായി. 36, another accident. എന്നെ ശത്രു വിടുന്നില്ല. Oh, enemy is after me. അപ്പൊ ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, So I smiled. 2020 വർഷം തന്നെ എനിക്ക് 4 ആക്സിഡന്റ് ഉണ്ടായി. In 2020 itself, I had 4 പക്ഷെ accidents. ഞാൻ അതങ്ങ് മറന്നുപോയി. But I forgot. മിണ്ടുന്നില്ല. കണ്ടോ, ലൈഫിൽ 3 ആക്സിഡന്റ് ഉണ്ടായത് വലിയ സംഭവമായിട്ട് വെച്ചിരിക്കുക. In his entire life, there were 3 accidents. ചിലർ പ്രശ്നങ്ങളെല്ലാം ഒരു മാല പോലെ കോർക്കും. Oh, some people join together all their problems. എന്നിട്ട് അവര് തന്നെ ഏറ്റുപറയാ ദൈവത്തിനൊരു ശക്തിയില്ല. And then they keep repeating that God is not powerful. ഒരു കാര്യം നീ മറക്കുന്നെങ്കിൽ, If you forget this one thing, നീ ഒരു ഉത്സാഹിയുടെ ലിസ്റ്റിൽപ്പെട്ട ആളാണ്. then you will be part of hardworking പൗലോസ് people. പറഞ്ഞു, പിമ്പിലുള്ളത് ഞാൻ മറക്കുന്നു, Paul says, I forget what is behind. മുമ്പിലുള്ള
മുമ്പോട്ട് ഞാൻ ആയുന്നു. and I'm going forward. ഇന്നലെ വരെയുള്ളത് എന്റെ പ്രശ്നമല്ല. What happened till yesterday is not my നാളെ problem. ഞാൻ ആരാകും? What am I going to be tomorrow? അതാണ് എന്റെ വിഷൻ. That is my vision. ഞാൻ ദൂതിലോട്ട് വരട്ടെ. Let me come to the message. സൻബല്ലത്തും തോബിയാവും എഴുന്നേറ്റ് നെഹമ്യാവിനെ തകർക്കാൻ നോക്കി. Sanballat and Tobiah tried to discourage Nehemiah, പക്ഷെ മതില് പണി തീർന്നു. but the building of the wall finished. ഞാനൊരു സത്യം നിങ്ങളോട് Let me പറയാം. tell you a truth. ആരൊക്കെ തകർക്കാൻ നോക്കിയ, No matter who tries to destroy you, ആരൊക്കെ നിന്നെ മടിപ്പിക്കാൻ നോക്കിയ, no matter who tries to discourage you, അവിടെയെല്ലാം നിന്നെ ദൈവം ഉത്സാഹിക്കുന്ന but the Lord is there to encourage you. നമുക്കൊരു ഉത്സാഹിയായി മാറാം. Let us become hardworking. 2022 In 2022, ജനുവരി മാസത്തില്, in the month of Jan, ഫെബ്രുവരി in മാസത്തില്, the month of February, 12 മാസവും all the 12 months, നിന്റെ ഉത്സാഹം വർദ്ധിച്ചാൽ, may you be hardworking. നിന്റെ മടി മാറിയാൽ, If you remove laziness, നിന്റെ ലൈഫ് സ്റ്റൈൽ മാറാൻ your പോകുക. life is going to be changed. ദൈവം നിന്റെ സ്ഥിതി മാറ്റാൻ The പോകുകയാണ്. Lord will change your life. ദൈവം നിന്റെ അവസ്ഥ മാറ്റാൻ പോകുകയാണ്. God will change your നമുക്ക് situation. ഒന്നിച്ച് ദൈവത്തോട് പറയാം, Together, let's declare, കർത്താവേ ഇതെല്ലാം ഞാൻ മാറാൻ പോകുകയാണ്. Lord, I'm going to change. നിങ്ങൾക്കൊന്ന് ഉത്സാഹിയാകോ? Can you become enthusiastic? ദൈവത്തോട് ചോദിക്കുന്ന കാര്യത്തിൽ Oh, in asking God, ഉത്സാഹികളാണ്. you should become enthusiastic. മനുഷ്യനോട് ചോദിക്കാൻ തീരുമാനിക്കരുത്. Don't ask men. ചില മനുഷ്യരോട് ചോദിക്കാൻ ഭയങ്കര മിടുക്കരാ. Some people are good in looking at men. കർത്താവ് പറയാ, എന്നോട് ചോദിച്ചു കൊള്ളുക. The Lord is saying, ask of me. ഞാൻ ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരാം. I will give you nations as your inheritance and the ends of the earth as your inheritance. നിങ്ങൾ എന്നോട് ചോദിയില്ലേ? You ask me. ഇപ്പൊ എനിക്കൊരു ആവശ്യം വന്നു. If I have a need, ഞാൻ പാസ്റ്റർ മനുവിനോട് പറയുവാണ്, I ask Pastor Manu, പാസ്റ്റർ എനിക്കൊരു 5 ലക്ഷം രൂപ തരണം. I need 5 lakhs. പാസ്റ്റർ എനിക്ക് 5 ലക്ഷം രൂപ അപ്പൊ തന്നെ ആമി അയച്ചു തന്നു. And immediately he transfers 5 lakhs. ഒരു മാസം കഴിയുമ്പോ 1 month later, പാസ്റ്റർ എനിക്കൊരു മെസ്സേജ് അയക്കും. Pastor would send me a message. ഹായ് പാസ്റ്റർ അനി, സുഖമായിരിക്കുന്നു? Hi Pastor Annie, how are you? ഞാനോട് എന്തോ പറ്റി മണി പാസ്റ്റർ മെസ്സേജ് അയക്കുന്നേ. So I'm wondering, why is he so much interested in me? പിറ്റേന്ന് വീണ്ടും ചോദിക്കാണ്, Again the next day he asks, പാസ്റ്റർ സുഖമായിരിക്കുന്നു? Pastor, are you okay? എന്താണെന്നറിയോ? You know why? 5 ലക്ഷം തിരിച്ചു വേണം. 5 lakhs he wants back. അത് ചോദിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് So he's struggling to ask. മെസ്സേജ് അയച്ചുകൊണ്ടേ So ഇരിക്കുക. he's sending messages. പിന്നെ ചോദിച്ചു ഫാമിലി എന്താ പറയുന്നു? So he's asking, how's your family? എന്നിട്ടൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. And then I'm not responding. അപ്പൊ അടുത്തൊരു മെസ്സേജ് അയച്ചു. Then one message comes, പാസ്റ്റർ എനിക്ക് ഇച്ചിരി ആവശ്യം ഉണ്ടായിരുന്നു. Pastor, I'm a little tight these days. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേകത, But the peculiarity of God, ദൈവം തന്നാ തിരിച്ചു ചോദിക്കുകയല്ല. if God gives, he will not ask you back. ബാങ്ക് തന്നാ തിരിച്ചു ചോദിക്കും. Bank will ask you back. അതുകൊണ്ട് ദൈവം തരാൻ പ്രാർത്ഥിയില്ല. So ask of God. എന്നോട് ചോദിക്കാൻ. Ask of me. നിങ്ങൾ റെഡിയാണോ ചോദിക്കാൻ? Are you ready to ask? ദൈവത്തോട് ചോദിക്കാൻ. Ask of God. റോമർക്ക് ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. In the book of Romans, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും നൽകാൻ തക്കവണ്ണം എന്റെ ദൈവം സമ്പന്നനാണ്. the Lord is rich enough to bless everyone who calls upon his name. ധൈര്യത്തോടെ ദൈവത്തോട് ചോദിക്കാം. With boldness you can ask God. ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ച് ജീവിച്ച് പഠിച്ചാൽ, If you learn to live asking of God, പിന്നെ നമ്മൾ മനുഷ്യരോട് ചോദിക്കുക. then we will not look at man. മനുഷ്യരോട് ചോദിച്ച് ജീവിച്ച് പഠിച്ചാൽ, If you practice asking men, അവൻ എത്ര പ്രസംഗം കേട്ടാലും മനുഷ്യരോട് ചോദിച്ചോളൂ. no matter how many preachings they listen to, they'll still ask of men. അവൻ യോഗത്തിന് വരുമ്പോഴും കണ്ണിങ്ങനെ വെളിയിലോട്ട് നോക്കി ഏത് വലിയ കാറെ വന്ന ആരുണ്ട്, പുള്ളിയെ കണ്ടെന്തോ ചോദിക്കാൻ പറ്റും. Even in the church, they'll look for rich people. ചിലർ ചർച്ച വരുന്നതേ പിരിവെടുക്കാനാണ്. Oh, some people come for collection, എന്നോട് even in പണം church. പക്ഷെ ദൈവത്തോട് ചോദിച്ചേ, You need to ask God. ആരും അറിയത്തില്ല. Nobody will know. നിന്റെ വീട്ടിൽ മുട്ടുകുത്തി Or kneel down in your house. 24 hours ആ കൗണ്ടർ ഓപ്പൺ ആണ്. That counter is open 24 അങ്ങനെ hours. ചോദിച്ച് പഠിച്ചേ. Start learning to ask. ഏലിയാവിന് കാക്കയെ കൊണ്ട് അപ്പം കൊടുപ്പിച്ച ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. God of Elijah who provided by ravens, he's still alive. ദൈവത്തോട് ചോദിച്ചു വാങ്ങിര്. Ask of God and receive it. ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കാൻ പഠിച്ചാൽ, Learn to ask of God. ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കാൻ പഠിച്ചാൽ, If I learn that, ഒരിക്കലും പാസ്റ്റർ മനുവിനോട് ചോദിക്കരുത്. then I'll never ask any man. പക്ഷെ ഞാൻ ചിലപ്പോൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ മനു ആയിരിക്കും എനിക്ക് പൈസ തരുന്നത്. Maybe the channel is a human being, പക്ഷെ ഞാൻ മനുവിനോട് ചോദിച്ചിട്ട്, but I will not ask man. നമുക്ക് കർത്താവിനോട് ചോദിക്കാൻ പഠിക്കാം. Let us learn to ask ഞാൻ God. ദൈവമേ നിന്നോട് ചോദിക്കുക. Lord, I am asking you. എന്നെ നീ പോറ്റി പുലർത്തണേ. Oh, you need to provide for my needs. ഒരു വാക്യം കൂടെ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം കൂടെ നമുക്ക് Related to വായിക്കാം. that, let's read one more verse. ഹല്ലേലൂയ. ആമീൻ. യോശുവയുടെ പുസ്തകം എടുത്താട്ടെ. Joshua 15-ാം അധ്യായം എടുത്താട്ടെ. 15, ആമീൻ. അതിന്റെ 17 മുതലുള്ള 2-3 വാക്യങ്ങൾ വായിച്ചാട്ടെ. 17 to 19. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. കാലേബിന്റെ സഹോദരനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അതിനെ പിടിച്ചു. അവൻ തന്റെ മകൾ അക്സിയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നാറെ തന്റെ അപ്പനോടൊരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തു നിന്നിറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്കൊരു അനുഗ്രഹം തരണം. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുളവയും കൂടെ എനിക്ക് തരണം എന്ന് അവൾ പറഞ്ഞു. ഇവിടെ അക്സിയെ ഒരു കാര്യം ചോദിക്കാൻ ഉത്സാഹിപ്പിക്കുക.
Aksa is being urged to ask something. ചോദിക്കുന്ന അവിടെ അപ്പനോടാണ്. She's asking her father. അപ്പനോട് പറയുകയാണ്, This is what she says. അപ്പ എനിക്ക് ഹല്ലേലൂയ. അവൾ വന്നാറെ തന്റെ അപ്പനോട് ഒരു നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്തു നിന്നിറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. എനിക്കൊരു അനുഗ്രഹം തരണം. എനിക്കൊരു അനുഗ്രഹം തരണം. Father, I need a blessing. ഈ പ്രാർത്ഥിക്കാൻ നല്ല വദം. Oh, that's a good word to pray. യേശുവിനോട് കർത്താവ് എനിക്കൊരു അനുഗ്രഹം. Ask the Lord, Lord, I need a blessing. ഒന്ന് കൈ ഉയർത്തി പിടിച്ച്. Let's lift our hands. ഒന്ന് പ്രാർത്ഥിച്ചേ, Just കർത്താവേ pray, Lord, എനിക്കൊരു അനുഗ്രഹം I തരണം. need a blessing. എന്നെ വ്യക്തിപരമായി ഒന്ന് ബ്ലസ് ചെയ്യണം. Personally, I need your യാക്കോബ് blessing. പ്രാർത്ഥിച്ച പോലെ Just like Jacob. നീ എന്നെ ബ്ലസ് ചെയ്തല്ലാതെ I will not leave ഞാൻ you നിന്നെ വിടുകയില്ല. unless you bless me. ഞാൻ എപ്പോഴും ഒരു കാര്യം പറയാം, I always say this. നമ്മുടെ കഴിവുകൊണ്ട് നമുക്ക് അനുഗ്രഹിക്കപ്പെടാൻ പറ്റത്തില്ല. We cannot be blessed with our own strength. ദൈവമാണ് നമ്മെ It അനുഗ്രഹിക്കുന്നത്. is God who blesses us. നിന്റെ അധ്വാന ഫലത്തിനകത്ത് ദൈവാനുഗ്രഹം In ഉണ്ടാകട്ടെ. your hard working, let there be a blessing. പക്ഷെ അതിന് ഉത്സാഹം വേണം. So for that, you need to ഇവിടെ work അവളെ hard. ഉത്സാഹിപ്പിക്കുക. So here she is encouraged. അപ്പനോട് ഒരു നിലം ചോദിക്കാൻ പറഞ്ഞു. Oh, see, he told her to ask her father. അവൻ അപ്പനോട് പറയുകയാണ്, അവൾ അപ്പനോട് പറയുകയാണ്, She's telling her father, 19 വാക്യം, എനിക്കൊരു അനുഗ്രഹം തരണം. I need a എനിക്കൊരു blessing. അനുഗ്രഹം തരണം. ഒന്നുകൂടെ വായിച്ചേ. എനിക്കൊരു അനുഗ്രഹം തരണം. വായന കേട്ടാ കിട്ടാൻ തോന്നണം. എനിക്കൊരു അനുഗ്രഹം തരണം. തരണം. എല്ലാവരും കൂടെ കൈ ഉയർത്തി പറഞ്ഞു, എനിക്കൊരു അനുഗ്രഹം I തരണം. need a blessing. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവളയും കൂടെ എനിക്ക് തരണം. എനിക്കൊരു ഉറവയൂടെ തരണം. I need springs of water. എനിക്ക് ഇതുവരെ കിട്ടാത്തൊരു ഉറവ തരണം. Something I've never had before. I need a spring. നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്. I am encouraging you. ഇന്ന് ഈ യോഗം തീരുന്നതിന് മുമ്പ് Before this meeting is over, ദൈവമേ എനിക്കൊരു വറ്റാത്ത ഉറവ. I need a spring of water that will never fail. ആർക്കും തടയാൻ പറ്റാത്ത ഉറവ. A spring of water nobody can stop. എനിക്ക് തരണേ കർത്താവേ. I need it, Lord. ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ When you learn the word of God, പറ്റുന്ന ഉറവയുണ്ട്, there are springs of water that will be stopped, പറ്റാത്ത ഉറവയുണ്ട്. and there are springs of water that will never stop. ദൈവം പറ്റാത്ത ഉറവ തരട്ടെ. God is giving a spring of water that will never stop. പണ്ടൊരു സ്ത്രീയോട് പ്രവാചകൻ പറഞ്ഞു, A prophet told a lady, ക്ഷാമം തീരുന്നിടം വരെ before, till the end of the famine, നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല, the food that you are having right now will not stop, തുരുത്തിയിലെ എണ്ണ വറ്റത്തില്ല. and the flow of the oil also will not stop. വറ്റാത്ത ഉറവ. Oh, flowing spring. ദൈവം ചിലത് തുറന്നിട്ടാൽ, When God opens something, എന്നോട് എന്തോ ഈ ദൂത് എടുത്തോണ്ടിരിക്കുമ്പോൾ while I'm ministering this, യേശുവിന്റെ ആത്മാവിനോട് the പറയുക, Spirit of Jesus is telling me, നിന്റെ തകർച്ച കാണാൻ നോക്കി നിന്നവരുടെ നടുവില് in the midst of those who are looking at your failures, ദൈവം നിനക്കൊരു അനുഗ്രഹം തരാൻ പോകുക. God is giving you a blessing. അതിന്റെ സമയം അടുത്തിരിക്കുക. The time has come. ചില സമയത്ത് മഴ പെയ്യാൻ നേരത്ത് When it rains sometimes, നമുക്ക് മഴ പെയ്യുമെന്ന് പറയണ്ട. oh, we don't need to say it's raining. ആകാശം കറുത്തു, You can look at the clouds. കാറ്റടിക്കാൻ തുടങ്ങി, There is wind. കൊല്ലിയാൻ മിന്നാൻ തുടങ്ങി, There's lightning. ഇടി വെട്ടാൻ തുടങ്ങി. There is thunder. മഴ പെയ്യുമെന്ന് പറയണോ? Should we say it's going to rain? നമുക്കറിയാം ഇപ്പൊ പെയ്യും. We know it's going to rain. ഇതുപോലെ Likewise, ഒരു ബ്ലെസ്സിംഗ് ഇറങ്ങാനുള്ള സമയം അടുത്തു. when the time comes for the blessing, we know. ആത്മാവിൽ അറിയുന്നുണ്ട്. We can feel it in your spirit. അക്ഷരികമായി ഇത് കാണുന്നുണ്ട്. Literally, we are seeing it. ബ്രദർ, ഇന്ന് ഈ സഭാരാധന തീരുന്നതിന് മുമ്പ് Before this worship is over, നിന്റെ ലൈഫില് in your life, ഒരു അനുഗ്രഹം ഇറങ്ങാൻ പോകുകയാണ്. there is a blessing. അക്സ പറയുക, കർത്താവേ പിതാവേ, Oh, Aksa is saying, Father, ഒരു അനുഗ്രഹം എനിക്ക് തരണം. I need a blessing. നമുക്ക് നമ്മുടെ അപ്പനോട് പറയാം, Let's tell our Heavenly Father, എനിക്കൊരു അനുഗ്രഹം തരണേ. I need a blessing. എനിക്കൊരു ഉറവ തരണേ. I need a spring. Hallelujah. Praise the Lord. ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുകയാണ്. Spirit of the Lord is speaking to you. ദൈവം തുറന്ന ഉറവ അനുഭവിക്കാൻ സമയമായി. It's time to enjoy the springs of God's water. ഇതിന് എന്താണ് വേണ്ടത്? You know what we need? ഓരോ പ്രസംഗം കൊണ്ട് എന്താ നടക്കുന്നത്? Or what is happening in the ministry of the ഓരോ word? ശുശ്രൂഷ കൊണ്ട് എന്താ നടക്കുന്നത്? What is happening in this ministry? ഈ കർച്ചീഫ് ഞാൻ പാസ്റ്റർ കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്ന പോലെ I'm handing over this handkerchief. ഞാൻ അനുഗ്രഹം പ്രസംഗത്തിലൂടെ നിങ്ങൾക്ക് തരുവല്ല. Through my sermons, I am not giving you blessings. അനുഗ്രഹത്തിന്റെ ദാതാവോട് ചോദിക്കാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക. I am encouraging you to ask your Heavenly Father who will bless you. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, When you have a problem, ഞങ്ങളുടെ പ്രസംഗം എന്താ? what is our preaching? നിങ്ങൾ ചുമ്മാ കിടന്ന് ഉറങ്ങിക്കോ, ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം എന്നല്ല. You sleep, we will pray. No. നിങ്ങൾ പ്രാർത്ഥിക്കണം. You need to pray. അതാ ഞങ്ങളുടെ പഠിപ്പിക്കൽ. That's our teaching. ബ്രദർ, നിനക്ക് ബ്ലെസ്സിംഗ് വേണോ, നീ അതിനെ ഉത്സാഹിക്കണം. If you want to be blessed, you need to be enthusiastic about it. ചിലര് കൊണ്ട് 10,000 കൊടുത്തു പറയാം, പാസ്റ്റേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. Some people give an offering and say, Pastor, please pray. എല്ലാ മാസവും ഞാൻ മനുപാസ്റ്റർക്ക് ഒരു 1,00,000 രൂപ വെച്ച് തരാൻ പോവാ. Every month I'm going to give you 1 lakh rupees. എനിക്ക് സമയമില്ല. I don't have time. പാസ്റ്റർ പ്രാർത്ഥിച്ചോണം. Pastor, you pray. പാസ്റ്റർ രാത്രി നല്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. All night, Pastor is praying. മേളിൽ ഇരുന്ന് ദൈവം പറയുക, And the Lord is saying, സ്തോത്രം, പാസ്റ്റർക്ക് അനുഗ്രഹം കിട്ടും.
pastor will be blessed എനിക്ക് കിട്ടുകയില്ല. and I won't get. കാരണം ഞാൻ കാശ് കൊടുത്ത് പാസ്റ്റർ പാർത്ത വിലക്ക് വെച്ചിരിക്കുക. Because I tried to buy the pastor. മറിച്ച് അങ്ങനല്ല വേണ്ടത്. On the other hand, that's not the way. പാസ്റ്റർ കാണുമ്പോൾ 1 ലക്ഷത്തിന് 2 ലക്ഷം കൊടുത്തു. Oh, you can give 2 lakhs to him, പാസ്റ്റർ പ്രാർത്ഥിക്കുന്ന ഇരട്ടി നീ പ്രാർത്ഥിക്കണം. but double portion you need to pray. ഹല്ലേലൂയ. Praise the Lord. ആമേൻ. നമുക്കൊന്ന് നിങ്ങളെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. Oh, we are encouraging you. ഉത്സാഹിപ്പിക്കുക. We are encouraging you. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. You need to start praying. ഇവിടെ നോക്കി അക്സയെ ഉത്സാഹിപ്പിക്കുക. Aksa is being encouraged. അപ്പനോട് ഒരു നിലം ചോദിക്കുക. Oh, ask your father അവൾ for a ചെന്ന് അപ്പനോട് land. പറയുക, അപ്പാ She's telling, Father, എനിക്ക് ഒരു അനുഗ്രഹം താപ്പാ. I need a blessing, Father. ഇന്ന് ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് Before this meeting is over, നിന്റെ അപ്പനോട് ask your heavenly ഒരു Father, അനുഗ്രഹം ചോദിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? are you willing to ask for a ഇന്ന് ഈ blessing മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് before this is over? അപ്പൊ അവള് പറഞ്ഞു, അപ്പ എനിക്ക് ഒരു അനുഗ്രഹം തരണം. Father, I need a blessing. ആ വാക്യം ഒന്നുകൂടെ വായിക്കാം. Let's read it again. ഹല്ലേലൂയ. Praise the Lord. അവൾ വന്നാറേ ആ തന്റെ അപ്പനോട് നിലം ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിറങ്ങിയപ്പോൾ കാലേബ് അവളോട് ആ. നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. ആ. എനിക്കൊരു അനുഗ്രഹം തരണം. ഈ അവിടെ വരവ് കണ്ടപ്പോഴേ അപ്പന് മനസ്സിലായി. The father understood something she has in her ഈ mind. നമ്മുടെ പിള്ളേർ എന്തെങ്കിലും ചോദിക്കാൻ നമ്മളോട് കളിങ്ങനെ വന്ന് നിന്ന് ഇങ്ങനെ You know, when our kids hang around, we know they want something. ഡാഡി എപ്പോഴാ പോകുന്നത്? Dad, how are you doing? When are you leaving? നേരെ അപ്പം പറയും, മോനെ കാര്യം പറയണം. Oh, honey, tell me what's the problem. നിന്റെ വരവ് കണ്ടാൽ തന്നെ അപ്പൻ ചോദിക്കണം. I know. Oh, you know, the moment you come to the presence of the Lord, the father has to ask. നിന്നെ കൊല്ലും ഞാനും ചാവൂന്ന് പറഞ്ഞ് വരില്ലേ? Don't come with anger. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിന്റെ അപ്പന് തോന്നണം നിന്നോട് നിനക്ക് എന്തോ ആവശ്യമുണ്ട്. Your father has to feel you have a need. നമ്മുടെ പിള്ളേര് ഒരു ആവശ്യം വാ തുറന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? You know, our kids don't have to open their mouths to ask. മോനൊരു സ്ഥലത്തേക്ക് കൂട്ടുകാരോടെ പോവാ. Our son is going somewhere with his friends. Daddy, ഞാൻ രാവിലെ പോകും കേട്ടോ. I'm going tomorrow morning, okay? ആട്ടുമോനെ പൊക്കോ. Okay, son, see you. ഡാഡി ഞാൻ രാവിലെ പോകും കേട്ടോ. Daddy, I'm going tomorrow morning. ഓക്കെ മോനെ പൊക്കോ. Okay, son, go. 2 മിനിറ്റ് കഴിയുമ്പോൾ അവന്റെ ഫോണിലോട്ട് 5000 രൂപ സ്തോത്രം ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഡാഡി പോവാ കേട്ടോ. After 5 minutes, if you transfer some money into his account, then he'll say, okay, Dad, I'm going. അതിനാ ഡാഡി പോവാന്ന് പറഞ്ഞു. That's why he's saying, I'm going. ഇവിടെ വരവ് കണ്ടപ്പോളേ So the moment she walked in, അപ്പൻ ചോദിച്ചു, father is asking, കുറച്ചുകൂടെ ഒന്ന് മയപ്പെട്ടു വാ. come softly. ആമേൻ. അവള് വരവ് കണ്ടപ്പോഴേ അപ്പൻ ചോദിച്ചു, അപ്പാ മോളെ. Father is asking, daughter, കാലേബ് അവളോട് ആ. നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു. നിന്റെ വരവ് കണ്ടാ what do ചോദിക്കണം. you want? The father will ask. ഇന്നും നീ ദൈവത്തിനടുക്കും ദൈവം ചോദിക്കും നിനക്ക് എന്താ വേണം? When you come to the presence of the Lord, the father is asking, what do you എനിക്കൊരു want? അനുഗ്രഹം തരണം. അവള് ചോദിക്കുക എനിക്കൊരു അനുഗ്രഹം I തരണം. I need a blessing. നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്. കൊടുത്തിരിക്കുന്നത് നീരുറവകളെയും കൂടെ എനിക്ക് തരണമെന്ന് അവൾ. എനിക്കൊരു നീരുറവയുടെ തരണം. I need a spring of water. അടുത്ത വാക്യം. Next verse. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. മലയിലും കൊടുത്തു, In mountains താഴ്വരയിലും കൊടുത്തു. and the valleys, ചോദിക്കുന്നതിലും നിനക്കുന്നതിലും more than you can ask or imagine. ഒരു ഉറവ ചോദിച്ചവക്ക് She asked for one spring. ഈ ലോകത്തിന്റെ അപ്പൻ 2 ഉറവ കൊടുത്തെങ്കിൽ If the worldly father gave 2 springs, നിന്റെ സ്വർഗത്തിലെ ദൈവം how എത്രയധികം. much more your heavenly father? ദൈവത്തോട് ചോദിക്കാൻ പഠിക്കാം. Ask God. ആരെങ്കിലും മടുത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, If you're discouraged today, എന്റെ ബ്രദറെ ഭയങ്കര കടവെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ, if you're sitting and saying you have debts, ഞാൻ നിങ്ങളെ I'm ഉത്സാഹിപ്പിക്കാം. encouraging you. ദൈവത്തോട് ചോദിക്കുക. Ask of God. യേശുവിനോട് ചോദിക്കുക. Ask Jesus. യേശുവിനോട് ചോദിച്ച് Ask വാങ്ങിച്ച് ജീവിക്കാൻ പഠിക്കുക. Ask Jesus and live നിന്റെ by faith. ലൈഫ് ബ്ലെസ്ഡ് ആകും. Your life will be blessed. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കും. Let me conclude here. എല്ലാവരുടെ സമാധാനം ആചരിച്ചു. Be at peace with everyone. ആമേൻ. അത് നമ്മൾ എല്ലാവരുടെയും മുമ്പിൽ ചെയ്യേണ്ടതാണ്. In front of everyone. We need to do this. അടുത്ത ഭാഗം And the next one, ശുദ്ധീകരണം പ്രാപിക്കണം. be holy. എന്നിട്ട് നമ്മൾ ഉത്സാഹിക്കണം. We have to make an effort to ഒരു live ദിവസം കൊണ്ട് holy. നടക്കത്തില്ല. That will not happen in one day. നമുക്ക് ദൈവസന്നിധി എഴുന്നേക്കാം. Let's all rise in the presence of നമ്മൾ the Lord. കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കാൻ പോകും. We're going to give unto the Lord. കർത്താവിന്റെ നിന്റെ വേലയ്ക്ക് ഞാൻ കൊടുക്കാൻ Lord, പോകും. I'm giving to you, Lord. ലൈവ് കാണുന്നവർക്ക് ഇപ്പോൾ ഗൂഗിൾ പേ ചെയ്യാം. Those of you who are watching online can do it ചർച്ചിന്റെ online. അക്കൗണ്ട് നമ്പറിൽ കൊടുക്കാം. You can give it to the church account. നമുക്കത് കരത്തിൽ ഉയർത്തിപ്പിടിക്കാം. Let's lift it up in our hands. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാ. We're going to pray. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, Precious Heavenly Father, നിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ we are going to give unto ഞങ്ങൾക്ക് you. തന്ന വലിയ ഭാഗ്യത്തിനായി Thank you for this blessing. ഇതിനെ Lord. ഞങ്ങൾ കർത്താവിന്റെ കരത്തിലോട്ട് തരിക. We're giving into your hands, O Lord. നിന്റെ മക്കളുടെ കരങ്ങളെ
ബലപ്പെടുത്തണേ. Strengthen these hands, O ഞങ്ങൾ ഇത് Lord. കേട്ട പോലെ Or like we heard today, ചോദിച്ച് ദൈവത്തിൽ നിന്ന് വാങ്ങിക്കാൻ let us learn to receive. നിന്റെ മക്കൾക്ക് കൃപ തരണമേ. Oh, let your children അവർ be നിന്റെ blessed. വേലയ്ക്ക് വേണ്ടി ചെയ്യുമ്പോ When they open their hands for the ദൈവം അവരെ ministry, അനുഗ്രഹിക്കണമേ. richly bless them, ഇന്ന് ഈ Lord. ശുശ്രൂഷ ചെയ്ത സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി ഞങ്ങൾ I പ്രാർത്ഥിക്കുക. bless the sponsors in Jesus' അവരുടെ name. പ്രാർത്ഥനാ വിഷയത്തിനെ ദൈവം അനുഗ്രഹിക്കണം. May their prayer requests be answered, Lord. ദൈവത്തിന്റെ കൈ അവരുടെ മേൽ ഇറങ്ങണം. May the hand of the Lord be upon them, ഞങ്ങളുടെ ഈ Lord. ശുശ്രൂഷ വീടുകളിൽ ഇരുന്ന് കാണുന്നവർ, Those who are watching in their homes, ഹാർവസ്റ്റ് ടിവിയിലൂടെ കാണുന്നവർ, through Harvest TV, മറ്റു ടിവി ചാനലിലൂടെ കാണുന്നവർ, and through other channels, അവരെ എല്ലാം ദൈവം ബ്ലസ് ചെയ്യണം. I bless them in അവരുടെ Jesus' വീട് name. ദൈവാനുഗ്രഹത്താൽ നിറയട്ടെ. Let the house be filled with the blessing of God. ദൈവത്തോട് ചോദിച്ചു വാങ്ങിക്കാൻ അവർക്ക് കൃപ കൊടുക്കണമേ. Or give them grace to ask of you, അവർ Lord. ഉത്സാഹികളായി മാറട്ടെ. Let them be hardworking, Lord. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. In Jesus' name. Amen. Amen. ഗോഡ് ബ്ലസ് യു. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫറിംഗുകൾ കൊടുക്കാം. This is a time for offerings. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. May the Lord richly bless you. കേൾക്കപ്പെട്ട നല്ല വചനങ്ങൾക്കായി കരവ് ശബ്ദം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കണ്ണുകൾ അടയ്ക്കാം, ദൈവസേനയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവിനെ പാടി ആരാധിക്കുവാൻ, തിരുവചനങ്ങളെ കേൾക്കുവാൻ, കർത്താവെ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസവും ദൈവം ഞങ്ങൾക്ക് ഒരവസരം കൂടി തന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് കേട്ട അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനത്തിനായി നന്ദി. അങ്ങയുടെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിച്ചല്ലോ കർത്താവെ. ഈ ദിവസങ്ങളിൽ കർത്താവെ സമാധാനം ആചരിച്ചുകൊണ്ട് ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതം ഉത്സാഹമുള്ളതായി തീരട്ടെ. എല്ലാ മേഖലകളിലും സമാധാനം പ്രഘോഷിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ തരണമേ. വചനം ഐശ്വര്യമായി പറയുവാൻ എൻ്റെ ദാസനെ ദൈവം ഉപയോഗിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ് കർത്താവേ. ഞങ്ങളുടെ ദാസനെ കുടുംബത്തെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു കർത്താവേ. വചനം കേട്ട ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഹാർവസ്റ്റ് ടിവിയിലൂടെ ലോകരാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് വചനം കേട്ട എല്ലാ കുടുംബങ്ങളെയും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സോഷ്യൽ മീഡിയയിലൂടെ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളെ ദൈവം പ്രത്യേകമായി തൊട്ട് വിടുവിച്ചതിനായി നന്ദി കർത്താവേ. ഞങ്ങളുടെ ജനത്തിന് മേൽ ദൈവം അയച്ച സകല വിടുതലുകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. ഞങ്ങളുടെ രാജ്യത്ത് ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷ കണ്ട എല്ലാ കുടുംബങ്ങളെയും ഒരു പ്രാവശ്യം കൂടെ സമർപ്പിക്കുന്നു. വീണ്ടും ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കണം. അവിടുത്തെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുക്കണം. കൃപയും ഞങ്ങളെ പൊതിയണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ശുശ്രൂഷ കർത്താവ് അനേക കുടുംബങ്ങളിൽ എത്തുവാൻ കാരണമായി തീർന്ന ആ കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കൃപ കൂടെ ഇരുന്നു. അത്ഭുതങ്ങൾ നടക്കും. ഇത്രത്തോളം ദൈവം സഹായിച്ചല്ലോ. സമാധാനത്തോടെ ഞങ്ങളെ അയച്ചാട്ട്. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി നന്ദി അപ്പാ. യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. കരവ് ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മെ ആശ്വസിപ്പിച്ച് വഴി നടത്തും. പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സഹവാസം, കൂട്ടായ്മ, കാവല് ഇന്ന് കേട്ട ദൈവത്തിന്റെ വചനത്തോടും വചനം സംസാരിച്ച കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും വചനം കേട്ട എല്ലാ ദൈവമക്കളോടും കൂടെ കർത്താവിന്റെ രണ്ടാമത്തെ മേഘപ്രത്യക്ഷത വരെ ഇന്നു മുതൽ എന്നേക്കുണ്ടായിരിക്കുകയും വർദ്ധിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം തന്ന കർത്താവിന് കരമുയർത്തിക്കൊണ്ട് ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ചു കൂടാ. ഗോഡ് ബ്ലെസ് യു.